എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മനുഷ്യർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസത്തിലേക്ക്. സംഗീതം അതിഗംഭീരമായ ഒരു കലാരൂപമാണ്. നിങ്ങളോടൊരു പാട്ട് പാടണം എന്ന് കരുതിയാണ് ഞാൻ ആദ്യം ഒരു പാട്ട് പാടാം എന്ന് കരുതിയാണ് വന്നത്. പക്ഷെ ഞാൻ പാട്ട് പാടുമെന്നുള്ളത് ഉണ്ണിയേട്ടന് പോലും അറിയില്ല. കാരണം ഞാൻ പാടാറുള്ളത് പൊതുവേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കാശൊക്കെ തന്ന് ചില രക്ഷകർത്താക്കൾ വിളിക്കുമ്പോഴാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ വലിയ മടിയാണ്, ഒരു പാട്ട് പാടണം. ഞാൻ പാടിത്തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടികൾ പറയും, വേണ്ട ഞങ്ങൾ പോയിക്കോളാം സ്കൂളിൽ എന്നാണ്. പിന്നെ നൃത്തത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ നൃത്തം ചെയ്ത് കാട്ടാം എന്ന് കരുതിയാൽ ചേലേമ്പ്രയിലൊക്കെ നല്ല സ്റ്റേജാണെങ്കിലും പൊതുവേ നമ്മുടെ നാട്ടിൽ 90% സ്റ്റേജുകളും പ്ലൈവുഡ് കൊണ്ടൊക്കെയാണല്ലോ നിർമ്മിച്ചത്. ഏകദേശം 100-110 കിലോ ഭാരമുള്ള ഞാൻ അത്തരം സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നത് എനിക്കും മുമ്പിലിരിക്കുന്നവർക്കും അപകടകരമാകുമെന്നുള്ളതിനാൽ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും പ്രാധാന്യമില്ല. പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദമുണ്ടാക്കുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഇന്നോളം എൻ്റെ ഉത്തരം അറിവ് എന്ന് തന്നെയാണ്. അറിവ് നൃത്തവും സംഗീതവും നാടകം പോലെ ഒരു കലാരൂപമാണ്. ഇവിടെ നിങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു പരിചയിച്ചതുപോലെ കുറേ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നിങ്ങനെ ഒരു പരീക്ഷ എന്നൊക്കെയാണ് എങ്കിൽ അല്ല. കാരണം ഈ മത്സരം ബ്രെയിൻബോ നടത്തുന്നത് സ്വാഭാവികമായും വിജയികൾക്ക് ക്യാഷ് അവാർഡും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മത്സരം ഞാൻ സമർപ്പിക്കുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് വേണ്ടിയേ അല്ല. നന്നായി ഓടുന്നവർക്ക് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും മുന്നിൽ ഓടുന്ന മികച്ച ഓട്ടക്കാരനാണ് സമ്മാനം കിട്ടുക, സത്യമാണ്. നന്നായി പാടുന്നവനാണ് പാട്ട് മത്സരത്തിലും സമ്മാനം കിട്ടുക. എന്നാൽ ഒരു ക്വിസ് മത്സരത്തിൽ യഥാർത്ഥ സമ്മാനം കിട്ടുന്നത് ആർക്കാണ്? പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. 20 ചോദ്യങ്ങളാണെന്ന് കരുതുക ചോദിക്കുന്നത്. 20 ചോദ്യത്തിൽ 19 ചോദ്യത്തിനും ശരി ഉത്തരം അറിയാവുന്ന കുട്ടിക്ക് 1ാം സമ്മാനവും ക്യാഷ് അവാർഡും ഒക്കെ കിട്ടും. ഒരു ചോദ്യത്തിന് മാത്രം ശരി ഉത്തരം അറിയാവുന്നവൻ സമ്മാനം കിട്ടാതെ മടങ്ങുകയും ചെയ്യും വേദിയിൽ നിന്ന്. എന്നാൽ ജീവിതത്തിലോ ആ ദിവസം 19 ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാവുന്ന 1ാം സമ്മാനക്കാരന് അവൻ്റെ അറിവിൻ്റെ ആവനാഴിയിലേക്ക് പുതുതായി ലഭിക്കുന്നത് ഒരേ ഒരു അറിവ് മാത്രമാണ്. പരാജയപ്പെട്ടു പോകുന്നവൻ്റെ ജീവിതത്തിൽ വിജ്ഞാനത്തിൻ്റെ ശേഖരത്തിലേക്ക് പുതിയ 19 അറിവുകൾ ലഭിക്കുന്നു. അതാണ് യഥാർത്ഥ സമ്മാനം. തോറ്റുപോകുന്നവർക്ക് യഥാർത്ഥ സമ്മാനം കിട്ടുന്ന മത്സരത്തിൻ്റെ കൂടി പേരാണ് ക്വിസ് മത്സരങ്ങൾ, അറിവുത്സവങ്ങൾ എന്നിവ. ഇവിടെ ഈ മത്സരം നടത്തുന്നത് ഇന്ന് നിങ്ങൾ 150 പേരിൽ നിന്ന് ഫൈനലിലേക്ക് എത്തുന്ന 6 ടീമുകൾക്കോ അതിൽ ജയിക്കുന്ന 1ാം സ്ഥാനം കിട്ടുന്ന ടീമിനോ വേണ്ടിയേ അല്ല. അതൊക്കെ അതിൻ്റെ പ്രോസസ്സിൽ അങ്ങ് നടന്നു പോകും. ഞാൻ ഈ മത്സരം സമർപ്പിക്കുന്നത് ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന, ഇന്നിവിടെ സമ്മാനം കിട്ടാതെ പോകുന്ന, ഒരുപക്ഷെ പല സ്കൂളുകളിൽ നിന്ന് ഇന്നിവിടേക്ക് മത്സര പരീക്ഷകളിൽ പിന്തള്ളപ്പെട്ട് എത്തപ്പെടാൻ കഴിയാതെ പോകുന്ന ചിത്രശലഭങ്ങളുണ്ടല്ലോ. നാളുകളിൽ ജയിക്കാൻ ഇന്ന് തോറ്റുപോയ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ വൈജ്ഞാനിക ഉത്സവം ബ്രെയിൻബോ നിങ്ങളുടെ അനുവാദത്തോടെ സമർപ്പിക്കട്ടെ. കാരണം ലോകത്തിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോയാൽ പീച്ച് ഫെസ്റ്റിവൽ, പംകിൻ ഫെസ്റ്റിവൽ, പൊട്ടറ്റോ ഫെസ്റ്റിവൽ, ടൊമാറ്റോ ഫെസ്റ്റിവൽ, പിങ്ക് ഫെസ്റ്റിവൽ, എന്തൊക്കെ പേരാണ്. സ്വീഡനിൽ, ഡെൻമാർക്കിൽ, നോർവേയിൽ, ഐസ്ലൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ നിറങ്ങളുടെയും പഴങ്ങളുടെയും പേരിലുള്ള അത്തരം ഉത്സവങ്ങൾ. എല്ലാ ഉത്സവങ്ങൾക്കും പിന്നിലെ കാരണം വിജയമാണെന്നേ. ദൈവം വിജയിച്ചത് ഓർമ്മിക്കാൻ കുറേ ഉത്സവം, രാജാവ് വിജയിച്ചതിൻ്റെ പേരിൽ കുറേ ഉത്സവം, ഒരു ഗോത്രവർഗം നേടിയ വിജയത്തിന് മറ്റു ചില ഉത്സവങ്ങൾ, പ്രണയം വിജയിച്ചതിന് ലക്സംബർഗിലെ പിങ്ക് ഫെസ്റ്റിവൽ. ഈ ലോകത്തിൽ ഒരു നാട്ടിൽ, ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്, ഒരു ഭാഷയ്ക്ക് അവരുടെ ഉത്സവത്തിൻ്റെ കാരണം വിജയമല്ല, വീണുപോകുന്നവൻ്റെ മടങ്ങിവരവാണ്. അതുകൊണ്ടാണ് ആ ജനത ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയം എന്ന് പാടുന്ന ആ ജനത ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ പാദത്തെയല്ല,
പാതാളത്തിൽ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് മടങ്ങി വരുന്ന മഹാബലിയെ ശിരസിലേറ്റി ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവിനെ ദേശീയോത്സവത്തിന്റെ കൊടിയടയാളമായി പ്രഖ്യാപിച്ച ആ ജനത ഞാനും നിങ്ങളുമാണ്, നമ്മളാണ്, മലയാളികളാണ് എന്നതിനാൽ വീണുപോകുന്നവർക്ക്, തോറ്റുപോകുന്നവർക്കുള്ള നാളുകളുടെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ഉത്സവമായി ഈ അക്ഷരോത്സവത്തിനെ നിങ്ങളുടെ മുന്നിൽ ആദ്യമേ അറിയിക്കുന്നു. പൂർണ്ണമായി നിങ്ങൾ വലിച്ചെറിയേണ്ട നിങ്ങളിലുള്ള ഒരു അപകടമുണ്ട്. ഞാൻ ഈ വേദിയിൽ നിന്ന് പോകുന്നത് വരെയെങ്കിലും എന്നെ വല്ലാതെ തളർത്തുന്ന നിങ്ങളുടെ അപകടം നിങ്ങളിലെ ഈ മടുപ്പിക്കുന്ന ഡിസിപ്ലിനാണ്, അച്ചടക്കമാണ്. ഇങ്ങനെ അച്ചടക്കത്തോടിരിക്കുന്നവരോട് ഒന്നും പറയാനുള്ള ഒരാളല്ല ഞാൻ. Let's not be frightened by the puppy's barks. Not even the thunderbolts of heaven shall frighten you. You are Indian students with steel nerves and iron muscles എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, വിവേകാനന്ദനാണ്. നായ്ക്കുട്ടികളുടെ ദീനരോധനം കേട്ട് അലോസരപ്പെടേണ്ട. ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിനാദം പോലും നിങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകണം. ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നാണ്. ചേലേമ്പ്ര ഗംഭീരമായ സ്ഥലം തന്നെ. പക്ഷേ ചേലേമ്പ്രയുടെ പഞ്ചായത്തിന്റെ ആസ്ഥാനമായി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് എനിക്ക് ഈ വാക്കിനേക്കാൾ പ്രിയമാണ്. ആ വാക്ക് ഇടിമുഴീക്കൽ എന്നാണ്. ഇടിമുഴങ്ങുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും കയ്യടിച്ചും ചിരിച്ചും വേണ്ടി വന്നാലൊന്ന് ഉച്ചത്തിൽ കൂവിയുമൊക്കെ ഈ ദിവസം ആഹ്ലാദമാക്കുവാൻ എൻ്റെ മുന്നിലുള്ള സർവ്വ ചിത്രശലഭങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ അക്ഷരപ്പെയ്ത്തിന്റെ 50 ആണ്ടുകൾ പൂർത്തിയാക്കുന്ന ഈ മാതൃകാ വിദ്യാലയത്തിൽ മോഹൻ ബഗാനിലേക്കും കേരള സംസ്ഥാന ടീമിലേക്കും ബോംബെ FC-യിലെ നൗഫലിനെ അടക്കമുള്ള കാൽപന്ത് പ്രതിഭകളെ സംഭാവന ചെയ്ത ചേലേമ്പ്രയിലെ ഈ വിഖ്യാതമായ സ്കൂളിൽ ഈ പകലിൽ ദഫ്മുട്ടിന്റെയും അറവനമുട്ടിന്റെയും ഒക്കെ പശ്ചാത്തലമുള്ള ഈ നാട്ടിൽ നിങ്ങളുടെ അനുവാദത്തോടെ അറിവിന്റെ കലോത്സവത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങളോട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എത്ര ടീമാണെന്ന് അറിയില്ല, എത്ര പേരാണെന്ന് അറിയില്ല, 100 150 പേരുണ്ടെന്ന് തോന്നുന്നു. ഹയർ സെക്കൻഡറിക്കും ഹൈസ്കൂളിനുമൊക്കെ ആർദ്ര നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ. നിങ്ങളിൽ നിന്ന് 6 ടീമുകൾ 12 പേർ ഇവിടെ വേദിയിലേക്ക് വരും. ഹയർ സെക്കൻഡറിയിലെ 6 മികച്ച കുട്ടികളും ഹൈസ്കൂളിലെ 6 മികച്ച കുട്ടികളെയും തിരഞ്ഞെടുത്ത് 1-ാമനും 6-ാമനും 2-ാമനും 5-ാമനും ഒക്കെ ചേർന്ന ഒരു ടീമുകൾ 6 തുല്യ ടീമുകൾ നമുക്കുണ്ടാക്കാം. അതെന്തിനാ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പങ്കെടുക്കുന്ന ടീം എ, ഉദാഹരണത്തിന് ടീം എയിലേക്ക് എത്തുന്ന 2 പേർ അവർ ഇതിനു മുൻപ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, അവർ ഇതിനു മുമ്പ് ജീവിതത്തിൽ ഹസ്തദാനം ചെയ്തിട്ടുണ്ടാവില്ല, അവർ ഇതിനു മുൻപ് പരസ്പരം ആലിംഗനം ചെയ്തിട്ടുണ്ടാകില്ല, അവർ ഇതിനു മുൻപ് പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകില്ല. ലോകത്തിലെ ഏത് മത്സരത്തിൻ്റെയും ഏത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യമെന്തെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, ഈ കുട്ടികളെയൊക്കെ നന്നായി ചുംബിക്കാൻ പഠിപ്പിക്കുക എന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ചുംബിക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസവുമില്ല. മുഖം വാടി ചില അധ്യാപകരുടെ ഇയാൾ എന്തായി പറയുന്നതെന്നാ സംഗതി. ചുംബിക്കാൻ നമുക്ക് എന്താ വേണ്ടത് മക്കളെ? എന്തുണ്ടെങ്കിലാണ് ചുംബിക്കാൻ പറ്റുക? കൈയാണോ? കാലാണോ? ചുണ്ടല്ല, ചുണ്ടുകൾ. ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് ചുംബനം നടക്കണമെന്നില്ലല്ലോ. ചുണ്ടുകൾ, ഇപ്പൊ എനിക്ക് ചുണ്ടുകളുണ്ട്. ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ അപ്പോൾ മുതൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ശപഥം ചെയ്താ ചുംബനം ഉണ്ടാവോ? ഇല്ല. ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ആ നിമിഷത്തിന്റെ ഇടിമിന്നൽ പോലുള്ള ഇന്ദ്രജാലമാണ് ചുംബനം. നോക്കൂ, എന്ത് ഗരിമയുടെ പേരിൽ, എന്ത് ധനത്തിന്റെ, സമ്പത്തിന്റെ, അധികാരത്തിന്റെ പേരിൽ ഞാൻ എന്ന വാക്കു പറഞ്ഞാൽ, ഒരു തവണയല്ല, 100 അല്ല, 1000 കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും ഈ ചുണ്ടുകൾ 2 ധ്രുവങ്ങളിലേക്ക് അകന്നു പോവുകയുള്ളൂ. ചുണ്ടുകൾ കൂടിച്ചേരില്ല, ചുംബനം നടക്കില്ല. ഇനി ജാതിയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ ഒക്കെ പേരിൽ അപരത്വം കൽപ്പിച്ച് മറ്റൊരാളായി കണ്ട് നീ എന്ന് വിളിച്ചു നോക്കൂ.
അപ്പോഴും ഈ ചുണ്ടുകൾ അകന്നു പോകുന്നു. ചുണ്ടുകൾ കൂടിച്ചേരില്ല, ചുംബനം തിരസ്കരിക്കപ്പെടുന്നു. ഞാൻ എന്ന 1 കോടി തവണയിൽ, നീ എന്ന പല കോടി തവണയിൽ കൂടിച്ചേരാത്ത ഈ ചുണ്ടുകൾ, നിഷേധിക്കപ്പെടുന്ന ഈ ചുംബനം യാഥാർത്ഥ്യമാകുന്നത് ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് 1 തവണയെങ്കിലും നമ്മൾ എന്ന വാക്കു പറയുമ്പോൾ മാത്രമാണെന്നതാണ് നേര്. ചുംബിക്കുക അല്ലെങ്കിൽ ചുംബിക്കാൻ പഠിപ്പിക്കുക എന്നതിനൊരു അർത്ഥമേ ഉള്ളൂ. നമ്മൾ എന്ന് പറയാൻ ഈ മക്കളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനവും ഈ ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ അതുകൊണ്ട് 2 വ്യത്യസ്തരായ കുട്ടികൾ ഒരുമിച്ച് ഒരു ടീമാകുമ്പോൾ അവിടെ ഞാനും നീയും ഇല്ലാതാവുകയും നമ്മൾ എന്ന ഏറ്റവും മഹത്തായ നിറമുള്ള സത്യമുണരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെഡിയല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരി, എൻ്റെ ചിരിയും സന്തോഷവും എല്ലാം ഇവളാണ്. പക്ഷേ അവൾക്ക് എന്തും എൻ്റെ പഴയത് മാത്രം. എന്താണ് അവൾക്കൊന്ന് പുതിയത് കൊടുക്കുക? ഞങ്ങളുടെ ഇഷ്ടം പോലെ തിളക്കമുള്ളത്, ഒരിക്കലും മങ്ങിപ്പോവാത്തത്. മനസ്സ് പൊന്നായവർക്ക് മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര, ഫറോക്ക്. പതിനഞ്ച് ചോദ്യങ്ങൾ പ്രാരംഭഘട്ടത്തിൽ. 15 ചോദ്യങ്ങൾക്ക് ചോദ്യത്തിന്റെ നമ്പറും ഒറ്റവാക്കിലെ ഉത്തരവും മാത്രം നിങ്ങൾക്ക് എഴുതാം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പു തരാം, എല്ലാ ഉത്തരങ്ങളും അങ്ങേയറ്റം ലളിതമാണ്. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസം പോലെ തോന്നാം, അതെന്റെ തെറ്റല്ല. ഹിയർ കംസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രെയിൻ ബോ എന്ന ഈ വൈജ്ഞാനികോത്സവത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലെ ആദ്യ ചോദ്യം ഇതാ. കറുപ്പ്, ചുവപ്പ്, പച്ച. ഈ പുസ്തകം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം പറഞ്ഞുകൊടുത്ത് മറ്റൊരാൾ പകർന്നെഴുതിയതാണ്. ഒരു പക്ഷേ അക്ഷരകലയിൽ, എഴുത്തിൽ അത്ര കണ്ട് പ്രാഗൽഭ്യമില്ലാത്ത ഒരാളാണ്. ജീവിതം മുഴുവൻ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളാണ്. ആരുടെ ജീവിതമാണ് നിങ്ങൾ ഈ കാണുന്ന പുസ്തകം? (2009) അതവിടെ നിൽക്കട്ടെ. അതിനും വർഷങ്ങൾക്ക് മുൻപ് 1960കളിൽ നമ്മുടെ മംഗലാപുരത്തെ, ബാംഗ്ലൂരിലെ പോർട്ടിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ് ഇഫ്തിഖർ അഹമ്മദ്. ഈ ഇഫ്തിഖർ അഹമ്മദ് മംഗലാപുരം പോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ശരാവതി ഡാമിൻ്റെ നിർമ്മാണത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ച ആളാണ്. ഇഫ്തിഖർ അഹമ്മദിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മികവിനുപരി അദ്ദേഹത്തിൻ്റെ ലീനിയേജിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ചെറുമകൻ വളരെ പ്രശസ്തനായി എന്നുള്ളതാണ്. എത്ര കണ്ട് പ്രശസ്തനായി എന്ന് ചോദിച്ചാൽ 2009 ചന്ദ്രനിലെ സീ ഓഫ് ട്രാങ്ക്വിലിറ്റിയിൽ കണ്ടെത്തിയ ഒരു ക്രേറ്ററിന്, ഒരു ഗർത്തത്തിന് ഇഫ്തിഖർ അഹമ്മദിൻ്റെ ചെറുമകൻ്റെ പേരാണ് നൽകിയത്. A crater in the moon is named after the grandson of Iftikhar Ahmed, the former chief engineer on Mangalore port, who has contributed in the construction of Sharavati Dam. ഇഫ്തിഖർ അഹമ്മദിൻ്റെ പ്രശസ്തനായ ആ ചെറുമകൻ ആര് എന്നാണ് ചോദ്യം. നെക്സ്റ്റ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഓണം ഇപ്പോൾ കഴിഞ്ഞു പോയേ ഉള്ളൂ. ഓരോ വർഷവും ഓണം പടിയിറങ്ങുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പും ഒപ്പം ഓണക്കാലം കഴിഞ്ഞല്ലോ എന്നുള്ള നൊമ്പരവും ഒക്കെ നമുക്കുണ്ട്. അത്രമേൽ നമ്മൾ ഓണത്തെ നെഞ്ചോട് ചേർക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളിക്കും ഈ വരികൾ ഹൃദിസ്ഥമാണ്. ഈ വരികൾ എഴുതിയത് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു മനുഷ്യനാണ്. 1917 ചെറായിക്കടുത്ത് മഹത്തായ ഒരു സാമൂഹ്യ വിപ്ലവം നടത്തിയ ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ കേട്ട വരികൾ എഴുതിയത്.
മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ ഈ ഓണപ്പാട്ട് രചിച്ച ആ സാമൂഹ്യ തീജ്വാല ആരാണ്? നെക്സ്റ്റ്. കാൽപന്ത് കളിക്ക് ആരുടെയും പിറകിലല്ലല്ലോ ഈ നാട്. ചോദ്യം, നിങ്ങളൊരു കാൽപന്ത് കണ്ടു, ഒരു വിമാനത്താവളവും കണ്ടു. ലോകത്തിലാദ്യമായി ഏത് ഫുട്ബോൾ താരത്തിൻ്റെ പേരിലാണ് ഒരു അന്തർദേശീയ വിമാനത്താവളം ഉള്ളത് എന്നാണ് ചോദ്യം. നെക്സ്റ്റ്. നമ്മുടെ നാട് അറവനമുട്ടും കോൽക്കളിയും ദഫ്മുട്ടും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരളം കലാരൂപങ്ങളാൽ സമ്പുഷ്ടവും സമ്പന്നവുമാണ്. അത്യുത്തര കേരളത്തിലെ മംഗലം കളിയും ചെമ്മാനക്കളിയും പൂരക്കളിയും വയനാട്ടിലെ ഗദ്ദികയും കുറിച്ചിയിലെ അർജുന നൃത്തവും ഒക്കെ അടക്കം കേരളം മുഴുവൻ വ്യത്യസ്തങ്ങളായ നിരവധി കലാരൂപങ്ങളുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടത് ഏത് കലാരൂപമാണ് എന്ന് ചോദ്യം. നെക്സ്റ്റ്. ഇതിനേക്കാൾ സിമ്പിളായ ലളിതമായ ഒരു ചോദ്യം നിങ്ങൾക്കില്ല. മോളുടെ മുഖത്തൊക്കെ എന്തൊരു ചിരി അല്ലേ അല്ലേ? ആരാണ് ഇയാൾ? അടുത്ത ചോദ്യം. These awards are where we get more energy, but even then, we have to know one thing: when you get an award, you have to know that you have to still go, and the people are giving you for that. You have to be careful. നിലവിൽ വിദേശത്ത് ജീവിക്കുന്ന അതിപ്രശസ്തനായ ഈ ഭാരതീയനാര്? ഈ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തുക. അത്ര പരിചയമുള്ള ശബ്ദം അല്ലാന്ന് തോന്നുന്നു ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഗതി പാട്ട് കിളിമഞ്ചാരോ എന്നൊക്കെ ആണെങ്കിലും നിങ്ങളാ കണ്ട പശ്ചാത്തലം കിളിമഞ്ചാരോ അല്ല, അത് മാച്ചു പീച്ചു ആണ്. എൻ്റെ ചോദ്യം, ഓൺ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പീച്ചു എന്ന വിഖ്യാതമായ കവിത എഴുതിയ നൊബേൽ സമ്മാനിതനായ ലാറ്റിൻ അമേരിക്കൻ കവി, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ ജനകീയത നേടിയ കവി ആരാണ്? ആ കവി എന്നാണ് ചോദ്യം. എന്നെക്കാൾ കുടവയറും ഒരു ഗംഭീരൻ കഷണ്ടിയും ഒക്കെയുള്ള ആ മനുഷ്യൻ ചിലിയുടെ ഭരണാധികാരിയായിരുന്ന സാൽവത്തോർ അലൻഡെയുടെ ആത്മമിത്രം കൂടിയായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ കവിത പുഴകളെയും പൂക്കളെയും മലകളെയും കുറിച്ച് സംസാരിക്കുന്നില്ല, പാടുന്നില്ല, എന്തുകൊണ്ടെന്നാൽ വരൂ ഈ തെരുവിലെ രക്തം കാണൂ എന്നെഴുതിയത്. നെക്സ്റ്റ്. ആരുടെ പേരാണ് ഈ ചെടിക്ക്? നെക്സ്റ്റ്. ക്ലിപ്പർ, പീതാംബരൻ, ചിത്രാംഗതൻ, നീല നവാബ്. ഇനിയുണ്ടോ പേരുകൾ? ഓഹോ. ചേകവൻ, നാട്ടുജിന്നൻ, മലശ്ശരവേഗൻ, വരയൻ കോമാളി, വെള്ളച്ചാത്തൻ, മണിമാരൻ, കോകിലൻ, ഗോമേതകം. ഇനിയുണ്ടോ? ക്യൂൻ, അലക്സാണ്ട്രാസ്, ബേർഡ് വിങ്, വെസ്റ്റേൺ, പിഗ്മി, ബ്ലൂ. താങ്ക് യു. ക്ലോസ് ഇറ്റ്. എന്താണിത്? ക്ലിപ്പർ, പീതാംബരൻ, ചിത്രാംഗതൻ, വരയൻ കോമാളി. നെക്സ്റ്റ്. ജെയിൻ ടൈലർ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ജെയിൻ ടൈലറെയാണ്. നല്ല രസമുണ്ട്, ഒരു പഴയ ചിത്രമാണ്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ജെയിൻ ടൈലർ എഴുതിയ ഏറ്റവും പ്രശസ്തമായ കവിത, ആ കവിതയിലെ ആദ്യത്തെ വാക്കെന്താണ്? ഉണ്ണിയേട്ടൻ തന്നെ വിചാരിച്ചു ഇയാൾ എന്ത് ചോദ്യമായി ചോദിക്കുന്ന പിള്ളേരോട്. ജെയിൻ ടൈലർ എഴുതിയ കവിത ഏതെന്ന് പിള്ളേർക്ക് അറിയാമെങ്കിലല്ലേ വരികൾ എഴുതാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഒരു ക്ലൂ വേണോ? ജെയിൻ ടൈലർ എഴുതിയ ആ കവിതയിലെ വരികൾ, കവിത കേട്ടിട്ടില്ല എന്ന് ഈ സദസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി, പരീക്ഷ എഴുതുന്നവർ മാത്രമല്ല അല്ലാതെയും ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞാൽ, ആ വരി, അങ്ങനെ ഒരു കവിത കേട്ടിട്ടില്ല എന്ന് പറയുന്ന കുട്ടിക്ക്
സ്കൂൾ മാനേജറുടെ വക സ്പോട്ടിൽ 50,000 രൂപ സമ്മാനം. നെക്സ്റ്റ്, ഇത് ഝലം നദിയിലെ LOCയിലുള്ള ഒരു ഡാമാണ്. ഝലം നദിയിലെ ഡാമാണ്. ആദിത്യ ഥർ മേക്ക് ചെയ്ത, സംവിധാനം ചെയ്ത അധികം പഴക്കമില്ലാത്ത ഒരു സിനിമയ്ക്കും ഈ ഡാമിൻ്റെ പേരാണുള്ളത്. LOC ലൈൻ ഓഫ് കൺട്രോളിൽ, നിയന്ത്രണ രേഖയിലുള്ള കുപ്വാര ജില്ലയിൽ ഝലം നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാമിൻ്റെ പേരെന്ത്? ഒരു ക്ലൂ വേണോ? പണ്ടൊക്കെ നമ്മുടെ അടുക്കളകളിൽ ഉണ്ടായിരുന്ന. നെക്സ്റ്റ്, നമ്പർ സീരീസിലെ ഹാപ്പി നമ്പർ, കണക്ക് ടീച്ചറെ, നമ്പർ സീരീസിലെ ഹാപ്പി നമ്പർ ഏതെന്നാണ് ചോദ്യം. അതായത് വിൽസൺ പ്രൈംസ് എന്ന് പറയുന്നത് 5-നെയും 563-നെയും പിന്നെ ആ സംഖ്യയെയുമാണ്. നമ്പർ സീരീസിലെ ഹാപ്പി നമ്പർ ഏതാണ് എന്നാണ് എത്രാമത്തെ ചോദ്യം ഇത്? 13ാമത്തെ ചോദ്യം. നമ്പർ സീരീസിലെ ഹാപ്പി നമ്പർ എത്ര? ഒന്നുകൂടി കാണിക്കാം. 563. വിഷ്ണു ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ കാണിക്കുക, അതിനിടയിൽ ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോയും. കഷ്ടം. നെക്സ്റ്റ്, ഒരു രാജ്യത്തിൻ്റെ മാപ്പ്, ഒരു നദിയുടെ ചിത്രം, ഒരു കൈ. ഈ രാജ്യത്തിനും ഈ നദിക്കും ഈ കൈയുടെ ഉടമയ്ക്കും ഒരേ പേര്. The one and only country in the world which shares its name with that of a river. ഒരു നദിയുടെ പേര് പങ്കിടുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം കൂടിയാണത്. നദിക്കും ആ രാജ്യത്തിനും ആ കൈയുടെ ഉടമയുടെക്കും ഒരേ പേര്. എന്താണ് ആ പേര്? നെക്സ്റ്റ്, പ്രിലിമിനറിയിലെ അവസാനത്തെ ചോദ്യം ഞാൻ ഇത് ചോദിക്കാതെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇന്നലെ ഏത് ഇരുണ്ട ആകാശത്തിലും മനസ്സ് അഭിമാനം കൊള്ളാൻ ചില കാരണങ്ങൾ നമ്മൾ മനുഷ്യർക്കുണ്ടാകും. അതുകൊണ്ടാണ് മറ്റു നാടുകളിൽ നിന്നൊക്കെ കേരളം വിഭിന്നമായി മാറി നിൽക്കുന്നതും. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്ന് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച് തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് 600-ൽ പരം കിലോമീറ്റർ ദൂരം എത്തിക്കാൻ വേണ്ടി ഒരു ആംബുലൻസ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ 6 മാസം മുമ്പ്, 1 വർഷമായി കാണും, 1 വർഷത്തിൽ കൂടുതലായി, അന്ന് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ കൈകൾ കോർത്തുകൊണ്ട് ദേശീയപാതയിൽ വഴിയൊരുക്കി 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ കുഞ്ഞിനെ ജീവനോടെ ചികിത്സയ്ക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ ഈ ലോകത്തിലെ ഒരൊറ്റ നാടിൻ്റെ പേര് കേരളം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാ കാലത്തെയും ആഹ്ലാദവും അഭിമാനവും. ഇന്നലെയും നമ്മൾ അഭിമാനിച്ചു. അങ്ങനെ മരണത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് പോയപ്പോൾ തൻ്റെ ഹൃദയവും മറ്റവയവങ്ങളും മറ്റ് ജീവനുകളിൽ തുടിക്കുവാൻ പങ്കിട്ട, പോയ ദിവസം വാഹനാപകടത്തിൽ മരിച്ച ഈ ദിവസങ്ങളിൽ നമ്മുടെ വാർത്തകളിൽ അഭിമാനമായി മാനവികതയുടെ മുഖമായി നിറഞ്ഞ ഈ വ്യക്തിയുടെ പേരെന്ത് എന്നാണ് ചോദ്യം. യു ക്യാൻ സ്റ്റോപ്പ് റൈറ്റിംഗ്. 15 ചോദ്യമായല്ലേ? ഒരു ചോദ്യം കൂടെ ചോദിച്ചാലോ? മെൻ്റൽ മാത്സ്, കണക്ക് ടീച്ചറൊക്കെ ഉള്ളതല്ലേ, ഒരു മെൻ്റൽ മാത്സ് ചോദ്യം കൂടെ അയക്കും. പക്ഷേ പേനയൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ശ്രദ്ധിക്കണം. ചോദ്യം ആരും എഴുതാൻ പാടില്ല. വോളണ്ടിയേഴ്സ് നോക്കിക്കോളാം. ആരെങ്കിലും ചോദ്യം എഴുതണമെങ്കിൽ അപ്പം ഡിസ്ക്വാളിഫൈ ചെയ്യണം. എഴുതി കൂട്ടാനല്ലല്ലോ, മെൻ്റൽ മാത്സ് അല്ലേ പറയാം, മനസ്സിൽ കണക്ക് കൂട്ടണം. റെഡി? ചോദിക്കട്ടെ. 1 + 1 + 1 + 1 -1 +1 -1 +0 +0 +0 -0 -0 -0 +2 -0 +0 -1. എൻ്റെ ചോദ്യം, ഞാൻ എത്ര തവണ പ്ലസ് എന്ന വാക്ക് പറഞ്ഞു? ഹൗ മെനി ടൈംസ് ഐ സെഡ് ദ വേർഡ് പ്ലസ്? സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് കളക്ട് ദ ആൻസർ ഷീറ്റ്സ് പ്ലീസ്.
ആൻസർ ഷീറ്റുകൾ കളക്ട് ചെയ്താൽ ഇതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരാം. ഇതാ ഉത്തരങ്ങൾ പറയുന്നു. എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതൊക്കെ. ഞാൻ ഒന്നാമത് ചോദിച്ച ചോദ്യം അത് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും. കറുപ്പ്, ചുവപ്പ്, പച്ച, അല്ലേ? ആരുടെയാണ്? ആ കവർ പേജിൽ തന്നെ ഉണ്ട് ഉത്തരം, അല്ലേ? ആരാണത്? കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച കല്ലയൻ പൊക്കുടൻ്റെ ജീവിതമാണത്. കല്ലയൻ പൊക്കുടൻ എന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നി. മംഗലാപുരം പോർട്ടിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഇഫ്തീഖർ അഹമ്മദിൻ്റെ ചെറുമോനെ ഞങ്ങളെങ്ങനെ അറിയും എന്ന്. ആ ചെറുമോൻ്റെ പേരറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് എന്ന് സമ്മതിച്ചാൽ ആ ആളിന് മാനേജറുടെ വക 1,00,000 രൂപ ക്യാഷ് പ്രൈസ് ഞാൻ വാഗ്ദാനം ചെയ്തേനെ. മംഗലാപുരം പോർട്ടിലെ PWD പോർട്ട് എഞ്ചിനീയർ ആയിരുന്ന ഇഫ്തീഖർ അഹമ്മദ്, ശരാവതി ഡാമിൻ്റെ കൺസ്ട്രക്ഷനിൽ പങ്കുവഹിച്ച ഇഫ്തീഖർ അഹമ്മദിൻ്റെ ചെറുമകൻ്റെ പേരിലാണ് 2009 ചന്ദ്രനിലെ ക്രേറ്ററിന് പേര് കൊടുത്തത്. ആ ക്രേറ്ററിൻ്റെ പേര് SRK ക്രേറ്റർ എന്നാണ്. ആ ചെറുമകൻ്റെ പേര് ഷാരൂഖ് ഖാൻ എന്നാണ്. ഷാരൂഖ് ഖാൻ ക്രേറ്റർ എന്നാണ് ചന്ദ്രനിലെ ക്രേറ്ററിൻ്റെ പേര്. മൂന്നാമത്തെ ചോദ്യം, 1917 മെയ് മാസത്തിലെ പറവൂരിനടുത്തുള്ള ചെറായിയിൽ പന്തിഭോജനം നടത്തി സാമൂഹ്യ വിപ്ലവം നടത്തിയ സഹോദരൻ അയ്യപ്പൻ്റെ വരികളാണിത്. സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാണിയിടും കാലം എന്ന കവിത എഴുതിയത്. നാലാമത്തെ ചോദ്യമായിരുന്നു ഈ കൂട്ടത്തിൽ അല്പം കടുപ്പമുള്ള ചോദ്യം. ഒരുപക്ഷെ നിങ്ങളിൽ 90% പേർ തെറ്റിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യം. ഏത് ഫുട്ബോൾ താരത്തിൻ്റെ പേരിലാണ് ലോകത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം ഫുട്ബോൾ താരത്തിൻ്റെ പേരിലുണ്ടായത്? ആദ്യം ആരുടെ പേരിലാണ് എന്നാണ് ചോദ്യം. ലോകത്തിലെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പേരിലുണ്ടാകുന്നത് അപൂർവമാണ്. അങ്ങനെ ഉണ്ടായ രണ്ടാമത്തെ വിമാനത്താവളം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ്. ഒന്നാമത്തെ വിമാനത്താവളം ആദ്യത്തേത് അദ്ദേഹത്തിൻ്റെ പേരിലല്ല. അത് ഒരു കാലഘട്ടത്തിൽ കാൽപന്ത് പ്രേമികളുടെ മുഴുവൻ ഹൃദയത്തിൽ ഇടം നേടിയ, ജീവിതം പക്ഷേ വല്ലാതെ ധൂർത്തടിച്ച, ആരാധകർ ഇങ്ങനെ നിറഞ്ഞുകൂടിയ ഒരു മഹാപ്രതിഭാശാലിയായ കാൽപന്ത് കളിക്കാരൻ്റെ പേരിലാണ്. ജീവിതത്തിൻ്റെ അച്ചടക്കരാഹിത്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പരാജയത്തിന് കാരണമായത്. ആ അന്തർദേശീയ വിമാനത്താവളം ബെൽഫാസ്റ്റിലായിരുന്നു. ഒരിക്കൽ ആ കാലഘട്ടങ്ങളിൽ പത്രങ്ങളൊക്കെ എഴുതിയിരുന്നു, ഇൻ ഫുട്ബോൾ ബെസ്റ്റ് ഈസ് ദ ബെസ്റ്റ് എന്ന്. ജോർജ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബെൽഫാസ്റ്റ് ആണ് ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പേരിലുള്ള ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ജോർജ് ബെസ്റ്റിൻ്റെ പേരിലാണ്. അടുത്തത് കലാരൂപം നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അത് എന്താണത്? ഈ കലാരൂപത്തിന് സത്യത്തിൽ കൂടുതൽ വലിയ പ്രയോക്താക്കൾ കടമ്പനിട്ട ഭാഗത്താണുള്ളത്. പ്രൊഫസർ കടമ്പനിട്ട വാസുദേവൻപിള്ള സാറൊക്കെ ഇതിനുവേണ്ടി ഒരുപാട് മുന്നോട്ട് വന്നതാണ്. ഇത് പടയണിയാണ് ഈ കലാരൂപം. അടുത്ത ചോദ്യം എന്തായാലും എല്ലാവരും എഴുതി. ചതുരംഗക്കളം കൊണ്ട് വിസ്മയം തീർത്ത, ലോകത്തിൻ്റെ ചതുരംഗക്കളത്തിലെ രാജാവായി മാറിയ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം D. ഗുകേഷിൻ്റെ ഫോട്ടോയാണ് ഞാൻ കാണിച്ചത്. D. ഗുകേഷാണ്. അടുത്ത ചോദ്യം, ആ ശബ്ദം അത്ര പരിചയം വന്നില്ല. നമ്മുടെ ഉണ്ണിമാഷിനും ആ ശബ്ദം അത്ര ഫെമിലിയർ ആയില്ലല്ലോ, അല്ലേ? അപ്പം ഞാനൊരു കഥ പറയാം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ കഥ. അതായത് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ അശ്വമേധമൊന്നുമല്ല ഞാൻ മാധ്യമരംഗത്തേക്ക് ആദ്യം കടന്നു വരുന്നത്. നിങ്ങളുടെയൊക്കെ പ്രായത്തിലാണ്, 15ാമത്തെ വയസ്സിലാണ്. അന്ന് ദൂരദർശൻ വന്നു തുടങ്ങുന്ന സമയമാണ്. 15ാമത്തെ വയസ്സിൽ ഞാൻ മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നത് ആകാശവാണിയിലൂടെയാണ്, ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ അന്ന് അവതരിപ്പിച്ചിരുന്ന പരിപാടി പക്ഷേ ഇന്ന് ചെയ്യാൻ അതിനുള്ള ആവതില്ല. അത് ആ 15 വയസ്സിലെ ഒരു മിടുക്കിലൊക്കെ പറഞ്ഞു പോയതാണ്. അതെന്താ പറയുക, ആരെങ്കിലും നിങ്ങളൊന്നും കേട്ട് കാണാൻ വഴിയില്ല, മുതിർന്ന ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരാൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കുട്ടിക്കാലം മുതൽ എനിക്കറിയാം, ഞങ്ങളതൊക്കെ റേഡിയോയിൽ സ്ഥിരം കേൾക്കുമായിരുന്നു എന്നൊക്കെ. അതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മലയാളത്തിലൊരു വിഷയം പറയും. അന്നത്തെ ഒരു ചെറുപ്പം കൊണ്ട് പറ്റുമായിരുന്നു. അതായത് ഈ പെട്ടെന്നൊരു വിഷയം മലയാളത്തിൽ ആരെങ്കിലും പറഞ്ഞാലേ
ആ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, വെക്കാതെ, മുക്കാതെ, മൂളാതെ, മുറുങ്ങാതെ, വ്യാകരണത്തെറ്റോ ആവർത്തന വിരസതയോ ആംഗലേയ പദങ്ങളോ ഇല്ലാതെ വളരെ വേഗത്തിൽ ധാരാപ്രവാഹമായി വൈയക്തിക അനുഭവങ്ങളുടെ അഴക്കെങ്കിലേക്ക് ആണ്ടുമുങ്ങി കൈക്കുറന്നയിൽ മുത്തുകൾ വാരി സുജേതസ്സുകളാക്കി മാറ്റി നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയാണ് 15ാമത്തെ വയസ്സിൽ ആകാശവാണിയിൽ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് ഇവിടെ ചേലയമ്പ്രയിൽ പറയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പ്രായം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന വിഘാതങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ എൻ്റെ മുന്നിലിരിക്കുന്ന സുന്ദരിമാരായ ചിത്രശലഭങ്ങൾക്ക് കഴിയുമല്ലോ. അപ്പോൾ ഈ പരിപാടിയായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് പറ്റിയില്ലെങ്കിൽ അന്ന് സാമാന്യം നന്നായൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതിനും 10-20 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ്, ഒരു കൊച്ചിക്കാരൻ ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഒരു അപേക്ഷ അയച്ചിട്ട് പറഞ്ഞു എനിക്ക് കാഷ്വൽ ആർട്ടിസ്റ്റ് ആകണം. അവിടെ ചെന്ന് ആകാശവാണിയിൽ ശബ്ദപരിശോധനയ്ക്ക് വിധേയനായി ഓഡിഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ തീവണ്ടിക്കൂലി കടം വാങ്ങിച്ചാൽ പോയത്, കയ്യിൽ കാശില്ലാത്തോണ്ട് തിരുവനന്തപുരത്തേക്ക്. അന്ന് ആകാശവാണിയിലെ ഉദ്യോഗസ്ഥർ അയാളുടെ ശബ്ദം കേട്ടിട്ട് പറഞ്ഞു, പോരാ, ശബ്ദം കേൾക്കാൻ സുഖമില്ല, ഇമ്പം ഉണ്ടാക്കുന്നില്ല, ശ്രോതാക്കളിൽ കമ്പം ജനിപ്പിക്കില്ല, മാധുര്യമില്ല, ഗാംഭീര്യമില്ല. പടിയടച്ചു, പുറത്തായി, പരാജയപ്പെട്ട് നേരെ തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു സ്കോളർഷിപ്പ് തരണം. അവരും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ള വകുപ്പില്ല, നിയമമില്ല. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 6 വസന്തവർഷ ഹേമന്ത ശിശിര ഋതുഭേദങ്ങൾക്കപ്പുറം ആ മനുഷ്യനെ തേടി 2 കത്തുകൾ വന്നു എന്നത് ചരിത്രം. ഒന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റേത്, സർ യു ആർ ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഫ്ലയർ ഇൻ ഇന്ത്യ ദിസ് ഇയർ, ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ആളിനുള്ള അവാർഡ് നിങ്ങൾക്കാണ്. മറ്റൊരു കത്ത് സംഗീത നാടക അക്കാദമിയുടേത്, സർ അങ്ങ് ഞങ്ങളുടെ ചെയർമാനായിരിക്കാൻ സന്മനസ് കാണിക്കണമെന്ന അപേക്ഷ. 6 വർഷങ്ങൾക്ക് മുമ്പ് തോറ്റുപോകുന്നവരോട് വേണ്ടിയാണ് ഈ മത്സരമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം. 6 വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കാൻ ഇമ്പമില്ലെന്ന് പ്രഖ്യാപിച്ച് ആകാശവാണിയിലെ വലിയ വാമനന്മാർ പടിയടച്ച് പുറത്താക്കിയ ആ മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ ഇമ്പവും കമ്പവും അറിഞ്ഞും അനുഭവിച്ചും ആനന്ദിച്ചും ആസ്വദിച്ചും ആഹ്ലാദിച്ചും ആഘോഷിച്ചും തന്നെയാണ് ഞാനും നിങ്ങളും മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ പറയപ്പെടുന്ന ദൈവങ്ങൾ പോലും ഉറങ്ങിയുണ്ടിരുന്നത്. അയാളുടെ ശബ്ദം നിങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാതെ പോയെങ്കിൽ സങ്കടമാണ്. ആ ശബ്ദത്തിൻ്റെ ഉടമയെ കാണാം നമുക്ക്. These awards are where we get more energy, but even then we have to know one thing. ദാസേട്ടൻ്റെ ശബ്ദമായിരുന്നു അത്. ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ ശബ്ദമാണ് അത്. മാച്ചു പീച്ചു ആരാ എഴുതിയത്? പാബ്ലോ നെരൂദ ആണ് മാച്ചു പീച്ചു, ഓൺ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പീച്ചു എഴുതിയത് പാബ്ലോ നെരൂദയാണ്. അടുത്തതൊരു വല്ലാത്ത ചോദ്യമായി. ഇപ്പോൾ ഒരു ചെടി കാണിച്ചിട്ട് ആരുടെ പേരിലാണ് ചെടി? ജാനകി അമ്മാളെന്ന് ഉത്തരം എഴുതി എത്ര പേരുണ്ട്? കൈവക്കാം. ജാനകി അമ്മാളുടെ പേരെഴുതിയവർ ഇല്ല. കൈവക്കാം എന്ന് പറഞ്ഞെങ്കിലും ആ ചെടി നോക്കാം. ഈ ചെടിയുടെ പേരെന്ത് എന്നറിയണമെങ്കിൽ, ഈ ചെടിയുടെ പേര് ആരുടെ പേരാണെന്നറിയണമെങ്കിൽ ആ ആൾ എന്തൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി എന്നറിയണം. ആ ആൾ പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ മലയാളികൾക്കറിയാം, ഒരു ഫോട്ടോ കാണിച്ച് ഒരു അത്യുത്തര കേരളത്തിലുള്ള ഒരാളുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ വിഷ്ണു എനിക്ക്? അതായത് തിണ്ടാടി വന്ന വെള്ളക്കാർക്കുണ്ടാകുമോ കരുണ ഞങ്ങളിൽ എന്തുകൊണ്ടും എന്ന് കവിതയിൽ എഴുതിയപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ കേസെടുത്ത് ശിക്ഷ നടപ്പിലാക്കിയ ഒരു കവിയുണ്ട് കേരളത്തിൽ. അത്യുത്തര കേരളത്തിലാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പിൻ്റെ സാംസ്കാരിക കേന്ദ്രവും അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാസർഗോഡ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അല്ലെങ്കിൽ TS തിരുമുമ്പ് എന്നാണ്. എന്തായാലും TS തിരുമുമ്പിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിത ലോകമെമ്പാടുമുള്ള മലയാളികൾ കൂടുതൽ അടുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ആ കവിത ഈ ചെടിക്ക് പേരിന് കാരണമായ മനുഷ്യൻ പറഞ്ഞപ്പോഴാണ്. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിത ഈ മനുഷ്യനിലൂടെയാണ് മലയാളികൾ അറിഞ്ഞത്. ആ മനുഷ്യൻ്റെ പേരാണ് ഈ ചെടിക്ക്. കേരളത്തിലല്ല, ലോകത്തിലെവിടെയും ഈ ചെടിയുടെ ബൊട്ടാനിക്കൽ നെയിം ആ മനുഷ്യൻ്റെ പേരാണ്. അപ്പോൾ പിന്നെ ആ മനുഷ്യനാരെന്നറിയാം അല്ലേ? TS തിരുമുമ്പിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിത എനിക്ക് ആ മനുഷ്യൻ്റെ ശബ്ദത്തിലൊന്ന് കേൾക്കാം ആദ്യം വിഷ്ണു. തലനരക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എൻ്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെൻ്റെ യൗവനം. തലനരയ്ക്കാത്തതല്ല എൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ല യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുൻപിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന് ഈ TS തിരുമുമ്പിൻ്റെ ഈ വരികൾ ഉച്ചത്തിൽ ചൊല്ലിയ ആ മനുഷ്യൻ്റെ പേരാണ് ഈ ചെടിക്ക്, ഈ ചെടിയുടെ ബൊട്ടാനിക്കൽ നെയിം ആയി നൽകപ്പെട്ടത്. ആ ചെടിയുടെ പേര് ഇംപേഷ്യസ്
അച്യുതാനന്ദനി എന്നാണ് ഈ ചെടിയുടെ. പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായി. ഉത്തരം VS അച്യുതാനന്ദൻ എന്നാണ്. ആ ചെടിയുടെ പേര് ഇംബേഷ്യസ് അച്യുതാനന്ദനി എന്നാണ്. നെക്സ്റ്റ്, അടുത്തത് നിങ്ങൾക്ക് എളുപ്പമായിരുന്നു. പീതാംബരനെയും ക്ലിപ്പറിനെയും ചിത്രാംഗതനെയും വരയൻ കോമാളിയൊക്കെ നിങ്ങൾക്കറിയാം. കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെ നിങ്ങളെ 100 തവണ അങ്ങനെയൊക്കെ വിളിച്ചു. വരയൻ കോമാളി എന്ന് വിളിച്ചില്ല എങ്കിലും, പീതാംബരൻ എന്ന് വിളിച്ചില്ല എങ്കിലും, ചിത്രാംഗതൻ എന്ന് വിളിച്ചില്ല എങ്കിലും, നാട്ട് ചേകവൻ എന്ന് വിളിച്ചില്ല എങ്കിലും, മലശ്ശര വേഗൻ എന്ന് വിളിച്ചില്ല എങ്കിലും, ക്യൂൻ അലക്സാണ്ട്രിയാസ് ബേർഡ് വിങ് എന്ന് വിളിച്ചില്ല എങ്കിലും, ഇതൊക്കെ എന്താണോ അത് തന്നെയാണ് ഞാൻ നിങ്ങളെ നേരത്തെയും വിളിച്ചത്, ഇനിയും വിളിക്കുന്നത്. ഇതൊക്കെ ലോകത്തിൽ കാണുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ കാണുന്ന, അവസാനത്തേത് ഒഴിച്ച് ബാക്കിയെല്ലാം കേരളത്തിൽ കാണുന്ന വ്യത്യസ്തങ്ങളായ ചിത്രശലഭങ്ങളാണ്, ബട്ടർഫ്ലൈസാണ്, ചിത്രശലഭങ്ങളുടെ പേരുകളാണ്. പാപ്പിലിയോ, ബുദ്ധയും ഗരുഡശലഭവും മാത്രമല്ല, ഇവയെല്ലാം കേരളത്തിലെ ശലഭങ്ങളാണ്. അടുത്ത ചോദ്യം. കാശോടെ കാശ് 50,000 രൂപ. ജെയിൻ ടൈലറുടെ കവിതയുടെ ആദ്യത്തെ വരി. ആ കവിത കേട്ടിട്ടില്ല ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ പൈസ കൊടുത്തേ പറ്റൂ. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ജെയിൻ ടൈലർ എഴുതിയ കവിത, ഏറ്റവും പ്രശസ്തമായ കവിത. ടീച്ചറെ, കണക്ക് ടീച്ചർ കേട്ടിട്ടില്ല ആ കവിത? ഉണ്ടോ? ഇല്ല. അപ്പം 50,000 രൂപ വാങ്ങിച്ചോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. സാർ കേട്ടിട്ടുണ്ടോ കവിത? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 50,000 രൂപ വെച്ച് തരണോ? ആ കവിത ഒന്ന് കേട്ട് നോക്കാമല്ലേ? അത് കേട്ടിട്ടില്ലെങ്കിൽ പൈസ അതെന്തായാലും ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. ഇല്ല, ഞാനിവിടുന്ന് പോവില്ല. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം. ടീച്ചറെ കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പൈസ വാങ്ങിക്കാം. ജെയിൻ ടൈലറുടെ ഏറ്റവും പ്രശസ്തമായ കവിത ഒന്ന് കേൾപ്പിച്ച വിഷ്ണു. Twinkle, twinkle, little star, how I wonder what you are. അപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ കാശ് വരും. ഉണ്ട്. അപ്പോൾ ട്വിങ്കിൾ എന്നത് തന്നെയാണ് ആ വാക്ക്. അടുത്തത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിഞ്ഞു. ബരാമുള്ള ജില്ലയിലെ LOCയിലെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ഝലം നദിയിലെ ആ ഡാം, അത് ഉറി ഡാമാണ്. സർജിക്കൽ സ്ട്രൈക്ക് നടത്തപ്പെട്ട ഉറി ഡാമാണത്. ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു പണ്ടൊക്കെ നമ്മുടെ അടുക്കളകളിൽ ഉണ്ട് എന്ന്. അടുത്ത ചോദ്യം, നമ്പർ സീരീസ്. ഹാപ്പി നമ്പർ എന്നാണ് നമ്പർ സീരീസിൽ, മാത്തമാറ്റിക്കൽ സിദ്ധാന്തങ്ങളിൽ, ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ നമ്പർ സീരീസിൽ ഇതിനെ ഹാപ്പി നമ്പർ എന്ന് വിശേഷിപ്പിക്കും. ഒപ്പം വിൽസൺ പ്രൈംസ് നമ്പേഴ്സിൽ 5ഉം 563 അറിയപ്പെടുന്നത് പോലെ ഒരു പ്രൈം നമ്പർ, 3 പ്രൈം നമ്പേഴ്സാണ് വിൽസൺ പ്രൈം നമ്പേഴ്സ്. അതിൽ മറ്റൊന്ന് ഈ നമ്പറാണ്. മൂന്നാമത്തേത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. വിഷ്ണു മിടുക്കനാണെന്നേ. വിഷ്ണു അവസാനത്തെ അത്താഴം ഇട്ടു. അവസാനത്തെ അത്താഴമാണ് ഈ നമ്പറിന് ആളുകൾക്ക് പേടി വരാനും ട്രൈസ്കഡെക്കാഫോബിയ എന്ന മാനസിക രോഗത്തിന് കാരണമാക്കിയതും ചെയ്തത്. ഈ ചോദ്യത്തിനൊരു പ്രസക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ ചോദ്യത്തിൽ ആരെങ്കിലും ഉത്തരം എഴുതാതെ ചോദ്യ നമ്പർ തന്നെ 2 തവണ എഴുതിയിരുന്നെങ്കിലും ഞാൻ മാർക്ക് തന്നേനെ. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, ഇതെത്ര 10ാമത്തെ ചോദ്യമാണോ? അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു അല്ല 13ാമത്തെ ചോദ്യമാണ് എന്ന്. 13 പേരാണ് അവസാനത്തെ അത്താഴത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ടാണ് 13 അശുഭ നമ്പറാണെന്ന് ചിലർ കരുതുന്ന തെറ്റായ, അല്ലെങ്കിൽ അതിനൊരു വിശ്വാസം ചിലരുള്ളത്. ആ രോഗത്തിന് 13നോടുള്ള അകാരണമായ പേടിക്കാണ് ട്രൈസ്കഡെക്കാഫോബിയ എന്ന് പറയുന്നത്. 13 വിൽസൺ പ്രൈം നമ്പേഴ്സിലെ 2ാമത്തെ സംഖ്യയാണ് 13. നമ്പർ സീരീസിലെ ഹാപ്പി നമ്പർ 13. സർവോപരി ആ ഉത്തരം എഴുതേണ്ട ചോദ്യത്തിൻ്റെ നമ്പറും 13 എന്നത് തന്നെ. നെക്സ്റ്റ്, ഇത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ലോകത്തിൽ നദിയുടെ പേര് ഷെയർ ചെയ്യുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. ആ നദിയുടെ പേര്, രാജ്യത്തിൻ്റെ പേരും ഒന്നാണ്. പക്ഷേ ആ കൈകളുടെ ഉടമയ്ക്ക് പേരിന് മുൻപിൽ മൈക്കൽ എന്നുകൂടിയുണ്ട്. അപ്പോൾ മാത്രമാണ് ഇതിഹാസ ബാസ്കറ്റ്ബോൾ താരം മൈക്കൽ ജോർദാനെ നിങ്ങൾക്ക് ഓർമ്മ വരൂ. ജോർദാൻ നദിയിലേക്കും ജോർദാൻ എന്ന രാജ്യത്തിലേക്കും ഉത്തരം പോകൂ. ജോർദാൻ എന്നതാണ് ഉത്തരം. ഹൃദയപൂർവ്വം പൊതിച്ചോറൊക്കെ പൊതിഞ്ഞുകൊടുത്ത് ഒടുവിൽ മരിച്ചപ്പോൾ ഹൃദയവും പങ്കിട്ട് നൽകിയ ആ ചെറുപ്പക്കാരൻ്റെ പേര് ഐസക് ജോർജ് എന്നാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് എവരിതിങ്, എല്ലാത്തിനും ഉപരിയായി അപരനെ സ്നേഹിക്കുന്നത് കൂടിയാണ് മനുഷ്യധർമ്മം എന്ന തിരിച്ചറിവാണ്. അതാണ് അറിവ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ചേലേമ്പ്രയിലെ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഒരു നിമിഷം നമുക്ക് ഐസക് ജോർജിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. പിന്നെ
ഞാൻ 9 തവണയാണ് കേട്ടോ പ്ലസ് എന്ന് പറഞ്ഞത്. 9 times I said the word plus. കുറച്ച് നേരത്തെ ഒരു ഇടവേള, നിങ്ങളിൽ 12 പേർ ഈ വേദിയിലേക്ക് വരും. ആ 12 പേർ ആരും ആയിക്കൊള്ളട്ടെ, അതെൻ്റെ വിഷയമല്ല. പക്ഷേ ആ 12-ൽ നിന്ന് ബാക്കിയുള്ള നിങ്ങളും അവരും ഞാനും ഒക്കെ ചേർന്ന ഒരു വലിയ നമ്മളുണ്ടല്ലോ, നമുക്കൊന്നിച്ച് ആഘോഷിക്കാൻ, ആഹ്ലാദിക്കാൻ നിങ്ങൾക്കത്ര പരിചയമില്ലാത്ത ചില അറിവുത്സവങ്ങളും കാഴ്ചകളും ഒരുക്കും. ലിവിംഗ് റൂമിന്റെ ഒരു ചുവര് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അടുക്കളയിൽ എത്ര വെള്ളം തട്ടിയാലും കേടുവരാത്ത ഇന്റീരിയർ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ലോക്കുകളും മറ്റ് ഹാർഡ്വെയർ ഐറ്റംസുകളും വെറൈറ്റി ആവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കണ്ടില്ലേ, പലർക്കും പല നിർബന്ധങ്ങളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു ചലഞ്ചേ അല്ലായിരുന്നു. ഈ നിർബന്ധങ്ങളൊക്കെ നിറവേറ്റാൻ എന്റെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ സ്വന്തം ഗ്ലാസ്കോ ട്രേഡേഴ്സ് ഉണ്ടല്ലോ. ടീം ചാലിയാർ, പറയൂ, നിങ്ങളുടെ പേര് പറയൂ. പ്രണവ്. പ്രണവ് ഏത് സ്കൂളാണ്? കുറ്റിപ്പുറം. കുറ്റിപ്പുറത്ത് നിന്നാണ് പ്രണവ്. പാർട്ട്ണർ? ഫാത്തിമ മിസ്ക, സേവമന്ദിർ പോസ്റ്റ് ബേസിക് ഹയർ സെക്കൻഡറി സ്കൂൾ. എവിടെയാണത്? രാമനാട്ടുകര. രാമനാട്ടുകര. അപ്പോൾ 2 പേർ കുറ്റിപ്പുറവും രാമനാട്ടുകരയും ചേർന്ന് ചാലിയാർ ഉണ്ടാക്കി അല്ലേ? ശരി, കടലുണ്ടി പുഴ ആരൊക്കെയാണ്? അൻസഫ മാനേസ്, GHSS പെരിക്കലൂർ, വയനാട്. മോൻ? നിരഞ്ജൻ ബി, NNMHS ചേലേമ്പ്ര. ചേലേമ്പ്രക്കാരനാണ്. നിനക്ക് വയനാട് എന്നൊരു കൂട്ടുകാരനെ കിട്ടിയില്ലേ? ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഇനി നീ ജീവിതത്തിൽ 30 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു കൂട്ടുകാരനെ നീ മറക്കോ? ഇല്ല. ഇന്നലെ പുസ്തകത്തിൽ പഠിച്ചത് ചിലപ്പോൾ നമ്മൾ നാളെ മറക്കാം. പക്ഷേ 30 വർഷം കഴിഞ്ഞാലും ഒരു സുഹൃത്തിൻ്റെ, ആദ്യകാലത്തെ സുഹൃത്തിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോവില്ല. 30 വർഷം കഴിഞ്ഞ് ഇരട്ടവാലം പുഴു തിന്നു തീർത്താലും ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നിരുന്ന സ്ഥലം എവിടെയെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നീ നിന്റെ കൂട്ടുകാരനെ മറക്കില്ല നിരഞ്ജൻ. യെസ്, ടീം സി, പെരിയാർ. എൻ്റെ പേര് അദ്വൈതാർ. ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂൾ കരിപ്പൂരിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഹൃദയ ബിജു. ഞാൻ GMHS ക്യാമ്പസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അഗ്നിദേവ് DH, GHSS പെരിങ്ങളം. നീ ആരെ? സൂര്യദേവൻ്റെ അനിയനാ? ആണോ? അത് ശരി, വെരി ഗുഡ്. എൻ്റെ പേര് ഫയാസ് മുഹമ്മദ്. ഞാൻ EMEHS കൊണ്ടോട്ടിന്ന് വരുന്നു. മുഹമ്മദ് സബീൽ, ദാർലുദ ചമ്മാട്. ആസിം ഷനേസ്, GHS പെരിക്കലൂർ, വയനാട്. ശരി, ഓൾ ദ ബെസ്റ്റ്. എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ നേരുന്നു. നമ്മളിനി ഈ മത്സരത്തിലേക്ക് കടക്കുന്നു. ഒപ്പം ഓഡിയൻസിനോട് നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഇനി അങ്ങോട്ടുണ്ടാകണം. കാരണം ഈ പറഞ്ഞതുപോലെ ഇനി നിങ്ങളൊക്കെ കൂടെയാണ് നടത്തുന്നത്. ഞാനൊരു മീഡിയേറ്റർ മാത്രം. ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നു. ഓരോ റൗണ്ടിൻ്റെ പേര് പറയുമ്പോൾ ടൈറ്റിൽ മ്യൂസിക്കിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഷാജി മാഷ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 10,000 ആളുകൾ അവിടെ ഉണ്ടാകും, അവരുടെ കൈകൾ തന്നെയാണ് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യ റൗണ്ടിലേക്ക്. Very, very intelligent were you, Mr. Hari Prasad. But you never ever realized the power of truth. ഏത് ഗർത്തത്തിൽ അതിനെ മൂടി ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, വന്നേ തീരൂ. That is a cosmic law. ടീം ചാലിയാർ, കടലുണ്ടി, പെരിയാർ, ഭാരതപ്പുഴ, പമ്പയാർ, നെയ്യാർ. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ മുന്നിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഉത്തരങ്ങളൊന്നുമില്ല. ട്രൂ ഓർ ഫാൾസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനേക്കാൾ എളുപ്പം എന്താ?
നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ പക്ഷേ ആ ചോദ്യം കൈമാറ്റം ചെയ്യപ്പെടില്ല. കാര്യം എന്താ? നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ അടുത്ത ടീമിന് അറിയാമല്ലോ എന്താണ് ശരി ഉത്തരമെന്ന്. നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 40 പോയിന്റുകൾ, റൈറ്റ്? 40 അല്ലേ? 40 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് -30 പോയിന്റുകൾ ലഭിക്കും. കാരണം നിങ്ങളുടെ മുമ്പിൽ യെസ് ഓർ നോ എന്ന മാത്രം ഉത്തരങ്ങളാണുള്ളത്. ഓൾ ദ ബെസ്റ്റ് ടീം ചാലിയാർ, സ്റ്റാർട്ടിംഗ് വിത്ത് യു. ഒരുപക്ഷെ അക്ഷരപ്പെയ്ത്തിൻ്റെ 50 ആണ്ട് ആഘോഷിക്കുന്ന നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്ന ബ്രെയിൻ ബോ 2025 സെപ്റ്റംബർ 13-ാം തീയതി ഈ പകലിൽ ഇതാ ഗ്രാൻഡ് ഫിനാലെയിലെ ആദ്യ ചോദ്യം. ടീം എ ചാലിയാർ, നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ കേൾക്കാം ഈ ചോദ്യം. അന്നിരൂപത്തൊന്നിൽ നമ്മളി മലയാളത്തില് ഒന്ന് ചേർന്ന് വെള്ളയോടെ തീർത്തു നല്ല മട്ടില്. ഏറെ നാട്ടിൻ ധീര മക്കള് ചോര ചിന്തിയ നാട്ടില്, ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില്. മലബാർ കലാപത്തിന്റെ പോരാട്ട കഥയായ ഈ കവിത പ്രസിദ്ധീകരിച്ചതിന് ദേശാഭിമാനി പത്രം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ പറയുന്ന വാചകം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ, അലി മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിൻ്റെ കഥകൾ പറയുന്ന ഹിച്ച്കോക്കിൻ്റെ സ്മാരകം നാടിന് അപമാനമായി തലയുയർത്തുന്നതിനെതിരെ പോരാട്ടം സംഘടിപ്പിക്കുവാൻ പ്രാപ്തമായ ഈ മുദ്രാവാക്യ കാവ്യം രചിച്ചത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. ട്രൂ ഓർ ഫോൾസ്? പെട്ടെന്നായിക്കോട്ടെ. എന്താണ് പാസിംഗ് ഉണ്ടോ? എന്താ കുഴപ്പം? അറിയില്ല എന്ന് പറയാനല്ലേ? അതിനെന്താ കുഴപ്പം? -30 കിട്ടുമെന്നേ ഉള്ളൂ. 5 seconds. 4. ട്രൂ. മാപ്പിള കലാപം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന മഹത്തായ മലബാർ പോരാട്ടത്തിൻ്റെ ഈ മുദ്രാവാക്യ കാവ്യം രചിച്ചത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് എന്ന എൻ്റെ വാചകം ശരിയാണെന്നാണ് ടീം എ പറഞ്ഞത്. മതത്തിൻ്റെ കലാപമെന്ന് മതം പൊട്ടിയ മനസ്സുകളുള്ളവർ പറയും. പക്ഷേ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെയുള്ള ജനതയുടെ ധീരോദാത്തമായ പോരാട്ടമാണിത് എന്നുറപ്പിക്കുന്നതാണ് ഈ കലാപത്തിൻ്റെ മുദ്രാവാക്യ ഗാനം എഴുതിയത്, കാവ്യം എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് എന്ന ശരിയായ വാചകം. ശരിയുത്തരം 40 പോയിന്റുകൾ. മനുഷ്യൻ്റെ കലാപമെല്ലാം മതേതരം തന്നെയാണ്. യെസ്, കടലുണ്ടിപ്പുഴ, നിങ്ങൾക്കുള്ള വാചകം. ഇത് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് ഗുരു നാനാക്ക് ആണ്. ട്രൂ ഓർ ഫോൾസ്? ഫാൾസ്. സിഖ് മതസ്ഥരുടെ പരമോന്നത ആരാധനാലയമായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് ഗുരു നാനാക്ക് അല്ലേ? ഞാൻ നുണ പറയുന്നെന്നാ നീ കരുതുന്നേ? പിന്നാരെ? മ്യാൻമർ. ഇന്ത്യ എന്ന വാക്കിനെ ഒറ്റവാചകത്തിൽ നിർവചിക്കുവാൻ പറഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ഐഡന്റിറ്റി എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അഭിമാനത്തോടെ പറയാവുന്ന ഉത്തരങ്ങളിലൊന്ന് ഇതാണ്. ലോകമെമ്പാടുമുള്ള സിഖ് മതസ്ഥരുടെ ഏറ്റവും പരമവും പവിത്രവുമായ തീർത്ഥാടന കേന്ദ്രമായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൻ്റെ അടിക്കല്ല് പാകിയത് ഗുരുനാനാക്കല്ല, മറിച്ച് മിയാൻമീർ എന്ന് വിളിക്കപ്പെടുന്ന ബാബ മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ് എന്ന മതേതരത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ത്യ. ശരിയായ ഉത്തരം. യു ഓൾസോ ഗെറ്റ് 40 points. ആൻഡ് പെരിയാർ. ഒട്ടകപ്പക്ഷിയുടെ കണ്ണ് അതിൻ്റെ തലച്ചോറിനേക്കാളും വലുതാണ്. ട്രൂ ഓർ ഫോൾസ്? ഉണ്ട കണ്ണാണ് അതിൻ്റെ അല്ലേ? ഫോൾസ്. ഒട്ടകപ്പക്ഷി കണ്ണെങ്ങനെ തലച്ചോറിനേക്കാളും വലുതാകുന്നതല്ലേ? കോമൺ സെൻസിൽ ഊഹിച്ചൂടെ? ബട്ട് യു ആർ റോങ് മൈ ഡിയർ ഫ്രണ്ട്. ഒട്ടകപ്പക്ഷിയുടെ കണ്ണുകൾക്ക് തലച്ചോറിനേക്കാൾ വലിപ്പമുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ തലച്ചോർ ഒട്ടകപ്പക്ഷിയുടെ കണ്ണിനേക്കാൾ ചെറുതാണ്. -30. യെസ്, ഭാരതപ്പുഴ. ഹിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് സൂര്യകാന്തി. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ഇന്ത്യയിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു പുഷ്പം തന്നെയാണ് ഹിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, അതിൽ സംശയമൊന്നുമില്ല. ഒരു നാട് അതിൻ്റെ ഔദ്യോഗിക പുഷ്പമായി എങ്ങനെ ഒരു പുഷ്പത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്.
അണുബോംബ് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സർവവും നശിച്ചപ്പോൾ ഒരു ചെടിക്ക് നാശമുണ്ടായില്ല. അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യം പൂത്തതും ആ ചെടിയാണ്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് തവണ ആരാധനാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ചെടിയിൽ ഇലയിലും പൂവിലും തണ്ടിലും ഒക്കെ പരിപൂർണ വിഷമാണ്. നീറിയം വംശത്തിൽപ്പെട്ട, നീറിയം വർഗത്തിൽപ്പെട്ട ആ പൂവാണ്, ആ ചെടിയാണ് ഹിരോഷിമയുടെ ഔദ്യോഗിക ചെടിയും ഔദ്യോഗിക പുഷ്പവും. അത് സൂര്യകാന്തി അല്ല, മറിച്ച് സർവവും വിഷമയമാണെങ്കിൽ പോലും ആറ്റം ബോംബിനെ പോലും അതിജീവിക്കുന്ന ഉയിർത്തെഴുന്നേൽപ്പിന്റെ കരുത്തായി ജപ്പാൻ പ്രഖ്യാപിച്ച് ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പമായി പ്രഖ്യാപിച്ചത് മലയാളികൾക്ക് ഏറെ പരിചയമുള്ള, ഇടയ്ക്കൊക്കെ വാർത്തകളിൽ ചില വിഷബാധയ്ക്കും കാരണമായ ആ പൂവാണ്. അത് അരളിപ്പൂവാണ്. നീറിയം വംശത്തിൽപ്പെട്ട ചുവന്ന അരളിപ്പൂവാണ് ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പം. അണുബോംബിനെ അതിജീവിക്കുവാൻ കഴിയുന്ന പൂവാണ് അരളിപ്പൂ. -30 ആൻഡ് പമ്പയാർ. പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിന്റെ ഗുൽസാരി. ഈ പുസ്തകങ്ങൾ എഴുതിയത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ട്രൂ ഓർ ഫാൾസ്? മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എഴുതിയ പുസ്തകങ്ങളാണ് പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിന്റെ ഗുൽസാരി. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഓഡിയൻസിനോട് ചോദിച്ചു നോക്കാൻ, ട്രൂ ആണോ? ട്രൂ ഓർ ഫാൾസ്? ട്രൂ, ഫോൾസ്, പല ഉത്തരങ്ങളുണ്ട്. പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, കേരളത്തിന്റെ ഗുൽസാരി, ചങ്ങല ഒരുങ്ങുന്നു എന്ന പുസ്തകങ്ങൾ എഴുതിയത് മുൻ മുഖ്യമന്ത്രി തന്നെയാണ്. അത് പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്ന മോൻ്റെ ഉത്തരം മാത്രം തെറ്റിപ്പോയില്ല, ശരി തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പുസ്തകങ്ങളാണത്. 40 പോയിന്റുകൾ. ആൻഡ് ടീം നെയ്യാർ. എന്താണ് ബർമുഡയല്ലേ? ഞാൻ പറയുന്നു, എൻ്റെ വാചകം ഇതാണ്. ബർമുഡ എന്ന രാജ്യമുണ്ടല്ലോ, ബർമുഡ രാജ്യത്തിലെ കളിക്കാരെല്ലാം ഒളിമ്പിക് മാർച്ച് പാസ്റ്റ് അടക്കമുള്ള മാർച്ച് പാസ്റ്റുകളിൽ ബർമുഡയാണ് ധരിക്കാറുള്ളത്. ട്രൂ ഓർ ഫാൾസ്? ബർമുഡ എന്ന് പേരുള്ള രാജ്യത്തിലെ കളിക്കാരെല്ലാം മാർച്ച് പാസ്റ്റുകളിൽ ബർമുഡ ധരിക്കാറുണ്ട്. ട്രൂ ഓർ ഫാൾസ്? Five seconds. True. അത് ട്രൂ ആണോ? എന്ത് തോന്നുന്നു? നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു ക്വിസറാണത്. ഒന്ന് എഴുന്നേറ്റ് തന്നെ. നിങ്ങൾ ഈ നാട്ടുകാർ, നിങ്ങളുടെ ഈ നാടല്ലേ ഇത്? കേരളത്തിൽ യുവാക്കൾക്കും മറ്റും വേണ്ടി കേരളത്തിലെമ്പാടും ഞാൻ നടത്താറുള്ള ഒരുപാട് ക്വിസ് മത്സരങ്ങളിൽ 1ാം സമ്മാനം കിട്ടുന്ന ഈ നാട്ടുകാരനാണ് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് കൈ കാണിച്ചേ. നാട്ടിലെ അറിവിൻ്റെ നക്ഷത്രങ്ങളെ ആളുകൾ പരിചയപ്പെടണ്ടേ? എന്ത് തോന്നുന്നു? ബർമുഡക്കാർ മാർച്ച് പാസ്റ്റിന് ബർമുഡയാണോ ധരിക്കാറുള്ളത്? സംശയമാണ്. പക്ഷെ നിങ്ങൾ ട്രൂ എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞതാ, വെറുതെ ഉത്തരം പറഞ്ഞു. പക്ഷെ അതൊരു കോമൺ ലോജിക്ക് വേണ്ടേ? ബർമുഡ ധരിച്ചുകൊണ്ട് ആരെങ്കിലും മാർച്ച് പാസ്റ്റ് പങ്കെടുക്കുമോ? ബർമുഡ ടീമിന്റെ മാർച്ച് പാസ്റ്റ് ഏതെങ്കിലും ഒന്ന് കാണിക്കാമോ വിഷ്ണു? ബർമുഡ ധരിച്ചുകൊണ്ട് തന്നെയാണ് ബർമുഡയിലുള്ള കളിക്കാരെല്ലാം മാർച്ച് പാസ്റ്റുകളിലും പങ്കെടുക്കുക. അവരുടെ മാർച്ച് പാസ്റ്റിന്റെ ഒഫീഷ്യൽ ഡ്രസ് തന്നെ ബർമുഡയാണ്. ശരിയായ ഉത്തരമാണ് കേട്ടോ. 40 പോയിന്റുകൾ. ഈ ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടിയുള്ള ആദ്യ റൗണ്ട് ഇവിടെ അവസാനിച്ചു. ഇനി കളി വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ 2ാം റൗണ്ടിലേക്ക് കടക്കുന്നു. 2ാം റൗണ്ടിന് നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിക്കുന്നു. അസാധാരണ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സാധാരണ വിദ്യാലയം. നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേലേമ്പ്ര, മലപ്പുറം. It's an interesting game.
Wait. Just rewind. Yes, that's it. ഇവിടെ ഫിക്ഷൻ ഉണ്ട്, എക്സാജറേഷൻ, മിസ്റ്ററി ഉണ്ട്. കൊലപാതകങ്ങളെ അക്ഷരമാല പുസ്തകത്തിലെ പേരുകളായി കാണുന്ന ഒരു കുട്ടിയുടെ വിചിത്രമായ മാനസിക വ്യാപാരമുണ്ട്. എന്നോടുള്ള വെല്ലുവിളിയുണ്ട്. ഞാനിതിൽ ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമുണ്ട്. വൈ? അവന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് ഇപ്പോൾ ഞാൻ കരുനീക്കുന്നത്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, ഞാൻ എന്ത് ചോദിക്കണമെന്ന് ഇവർ തീരുമാനിക്കും. നിങ്ങൾ പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയമെന്നോ സാഹിത്യമെന്നോ സിനിമയെന്നോ അമേരിക്കൻ ലിറ്ററേച്ചർ എന്നോ റഷ്യൻ വിപ്ലവമെന്നോ അമ്മയെന്നോ യുദ്ധമെന്നോ രക്തമെന്നോ ഫിസിക്സ് എന്നോ എന്ത് സ്പോർട്സ് എന്നോ നിങ്ങൾക്ക് എന്തും പറയാം. ഫുട്ബോളെന്നോ ക്രിക്കറ്റ് എന്നോ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം പറയാം. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദ്യം ചോദിക്കുക. എന്താ വിഷയം? മോൻ പറഞ്ഞോ. മോൻ ഏറ്റവും ധൈര്യമുള്ളൊരു വിഷയം പറഞ്ഞോ. സയൻസ്. ശരി, ശാസ്ത്രമാണ് വിഷയം. പക്ഷേ ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ആദ്യത്തെ ചോദ്യം 10 പോയിന്റുകളുടെ ചോദ്യമാണ്. ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ് കിട്ടും. അപ്പം മോൻ, നിങ്ങളുടെ മുമ്പിൽ 2 അവസരമുണ്ട്. ഒന്ന്, ഈ 10 പോയിന്റുമായി തിരികെ പോയിരിക്കാം. അല്ല എങ്കിൽ അടുത്ത ചോദ്യവും ചോദിക്കാൻ എന്നോട് ആവശ്യപ്പെടാം. അത് 25 പോയിന്റാണ്. അതിന് ശരി ഉത്തരം പറഞ്ഞാൽ അപ്പോൾ 10, 25, 35ആയി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 35മായി പോയിരിക്കാം. അല്ലെങ്കിൽ എന്നോട് അടുത്തത് ആവശ്യപ്പെടാം. അത് 50 മാർക്കിൻ്റേതാണ്. അതിന് ശരി ഉത്തരം പറഞ്ഞാൽ 85ആയി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 85മായി മടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ അവസാന ചോദ്യം ചോദിക്കാൻ എന്നോട് ആവശ്യപ്പെടാം. അതിന് 100 പോയിന്റാണ്. അതിനും ശരി ഉത്തരം പറഞ്ഞാൽ 185 പോയിന്റുകൾ ഒറ്റ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ മുന്നോട്ട് പോവുകയും ഉത്തരം അറിയാതെ വരികയും ചെയ്താൽ കിട്ടിയതൊക്കെ പോവും. ഈ റൗണ്ടിൽ 10 കിട്ടി 25-ൽ അറിയില്ല എങ്കിൽ കിട്ടിയ 10 പോവും. 10ഉം 25ഉം കിട്ടി 50-ൽ അറിയില്ല എങ്കിൽ 35ഉം പോവും. 10ഉം 25ഉം 50ഉം കിട്ടി 100-ൽ അറിയില്ല എങ്കിൽ 85ഉം പോവും. ജീവിതത്തിൽ ആരും മുന്നോട്ട് മാത്രം കരിക്കൽ നീക്കി ചെസ്സ് കളിക്കാറില്ലെന്നൊക്കെയാണ് പറയാറുള്ളത്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ചോദ്യങ്ങൾ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ധീരമായി മുന്നോട്ട് പോകുന്നത് കാണാൻ തന്നെയാണ് ഇഷ്ടം, അല്ലേ? ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. വിഷയം തീരുമാനിച്ചോളൂ. ശാസ്ത്രം തന്നെയല്ലേ? അത് വേറെ എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള എന്തെങ്കിലും, കൂടുതൽ എളുപ്പമുള്ള മറ്റേതെങ്കിലും വിഷയം വേണോ? നിങ്ങൾക്ക് എന്തും പറയാം. വേണ്ട. ശരി, നിൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്ക് ഫുട്ബോളിനോടാണ് കമ്പമെന്ന് വിചാരിച്ചു. നിൻ്റെ മുഖം കണ്ടപ്പോൾ നിനക്കെന്തോ ഒരു കളി കാണാൻ താല്പര്യമുള്ള ഒരാളുടെ പോലെ തോന്നി. എന്തായാലും സയൻസ് രസമുള്ളൊരു വിഷയമാണ്. 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ശാസ്ത്രത്തിൽ നിന്ന്. റെഡി? നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളിൻ്റെ പേര് ഐസക് സിംഗർ എന്നാണ്. ഐസക് സിംഗർ എന്നാണ്. അയാളുടെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. കേട്ടോളൂ, ശ്രദ്ധിക്കാം. The only thing that keeps women quiet, they are. എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടുപിടിച്ച സംഗതിയാണ് സ്ത്രീകളെ മിണ്ടാതിരിപ്പിക്കുന്ന ഒരേ ഒരു സാധനം. കാരണം അവർ വേറെ എന്തോ ചെയ്യുകയാണ്. അദ്ദേഹം കണ്ടുപിടിച്ചത് വഴി എന്നാണ്. ഐസക് സിംഗർ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം കണ്ടുപിടിച്ച ഉൽപ്പന്നം സിംഗർ എന്ന ബ്രാൻഡിലും വളരെ പ്രശസ്തമാണ്. ഉറക്കെ പറഞ്ഞോ മോനെ. തയ്യൽ മെഷീൻ, സ്യൂയിങ് മെഷീൻ. ശരിയായ ഉത്തരമാണ്. ദേ ആർ കീപ്പിംഗ് ക്വയറ്റ് ബിക്കോസ് ദേ ആർ സ്യൂയിങ്. അവർക്ക് തയ്ക്കാനാണ് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സിംഗർ സർക്കാസ്റ്റിക്കായി തമാശയ്ക്ക് പറഞ്ഞത്. 10 മാർക്കുകൾ കിട്ടി. 25 മാർക്കിൻ്റെ അടുത്ത ചോദ്യം ചോദിക്കാം. വിഷ്ണു, 25 മാർക്കിന് വേണ്ടി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു രസമുള്ളൊരു ചോദ്യം നമുക്ക് ഇവർക്ക് കൊടുക്കാം. ചോദ്യം വളരെ ലളിതമാണ്. ചോദ്യം, തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ ഫ്രിഡ്ജിൽ വെച്ചാൽ ആദ്യം ഐസാവുക? ചൂടുവെള്ളം. അതെ, നിങ്ങൾ കണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. ദിസ് ഈസ് കോൾഡ് എംബപ്പേ ഇഫക്റ്റ്. എംബപ്പേ ഇഫക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ചൂടുവെള്ളമാണ് ആദ്യം ഐസാവുക, തണുത്ത വെള്ളമല്ല.
ശരിയാണ്. 10 + 25 35. അടുത്തത് ഇതിനേക്കാൾ ലളിതമായ ചോദ്യം. ഒന്നുകൂടെ എന്തായാലും പോവാം അല്ലേ? അതാണ് ധൈര്യം. മിടുക്കൻ. എന്താ പേര് വരുന്നത്? അതാണ്. മൂന്നാമത്തെ ചോദിക്കാം. നീ പൂരത്തിന് പോയിട്ടുണ്ടോ? തൃശ്ശൂർ പൂരം. ഒരു പാട്ടില്ലേ തൃശ്ശൂർ? എന്താണ് പൂരം? പാട് 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 കാന്താ പൂരം കാണാൻ അല്ലേ? പൂരത്തിന് നീ ഇതൊക്കെ കണ്ടിട്ടില്ലേ? കമ്പം കണ്ടിട്ടുണ്ടോ? ഇല്ല. നല്ല കമ്പം കാണണോ? ഒന്ന് കൊളുത്തി വിട്ടേ ഒരു കമ്പം. കൊള്ളാം. അപ്പോൾ പല നിറങ്ങളാ അല്ലേ? എൻ്റെ ചോദ്യം വളരെ ലളിതം. ദ പ്രസൻസ് ഓഫ് വിച്ച് എലിമെന്റ് ഗിവ്സ് ഗ്രീൻ കളർ ടു ദ ഫയർ വർക്ക്സ്? ഈ ഫയർ വർക്കുകളിൽ പച്ച നിറം ഉണ്ടാക്കുന്നത് ഏത് മൂലകത്തിൻ്റെ പ്രസൻസ് ആണ്? സൾഫർ. 5 സെക്കൻഡുകളുണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ. കൗണ്ട് ഡൗൺ ചെയ്യാൻ ഇതാ ടൈം ക്ലോക്കായി ഇവരെല്ലാവരും ഉണ്ട്. പ്ലീസ് കൗണ്ട് ഡൗൺ. 5. സൾഫർ ഓക്സൈഡ്. മൂലകം സൾഫർ അല്ല മോനെ. ദ പ്രസൻസ് ഓഫ് ഓഡിയൻസ് എന്താണ്? ബേരിയം. മോനിഞ്ഞു വന്നേ. ഓടിയോ. അവിടെ കൊടുത്ത അവിടെ ശ്രീ ഉണ്ണിയേട്ട ആ മോനുള്ള ഓഡിയൻസ് പ്രൈസ്. ബേരിയത്തിൻ്റെ പ്രസൻസ് ആണ് ഫയർ വർക്കുകൾക്ക് പച്ച നിറം നൽകുന്നത്. യു ലൂസ് ഓൾ യു ഗെയിൻ. കിട്ടിയതൊക്കെ പോയി, കുഴപ്പമില്ല. സ്റ്റേ ബാക്ക് ആൻഡ് പമ്പയാർ വരൂ. യെസ് പറഞ്ഞോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇതൊരു വിഷയം അത് അല്ലേ? 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യ ചോദ്യം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഈ വനിത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യം സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സ്ത്രീയുടെ പ്രതിമ ഉയർത്തപ്പെട്ടത് ഈ രക്തസാക്ഷി വനിതയുടേതാണ്. ആരാണിവർ? ആലോചിച്ച് പറഞ്ഞോളൂ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ഗാന്ധിജിയുടെ അനുയായിയായ അരുണാസഫ് അലി കൊല്ലപ്പെടുകയാണോ ചെയ്തത്? ഇത് പ്രയാസമുള്ള ചോദ്യം അല്ല. ദ ഫസ്റ്റ് ലേഡി ടു ബി ഇറക്റ്റഡ് ആസ് എ സ്റ്റാച്യു ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇല്ല. ശരി, സിറ്റ് ബാക്ക്. ഓഡിയൻസ് ബാ അയ്യബേട്ട, അതാ അദ്ദേഹത്തിനൊരു സമ്മാനം. മാതംഗിനി ഹസ്ര ശരിയായ ഉത്തരമാണ്. സിറ്റ് ബാക്ക്. യെസ്, ഭാരതപ്പുഴ. ആലോചിച്ച് സമയം കളയണ്ട, വന്നോ. സ്പോർട്സിൽ തന്നെ ഏതെങ്കിലും പ്രത്യേക സ്പോർട്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാത്രമാക്കാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ? അങ്ങനെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അതെല്ലാം ഞാൻ വിഷയമായിട്ട് കൂട്ടും. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഏറ്റവും വിശ്വാസമുള്ള എടുത്തോ. ഇല്ല, ജനറലി ഞാൻ സ്പോർട്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമാവോ? വേണ്ട. എന്താണ്? എല്ലാം കൂടി മതി. ശരി. ഇവർക്ക് സ്പോർട്സിൽ ലളിതമായ ഒരെണ്ണത്തിൽ തുടങ്ങാം അല്ലേ? ഒരു ശബ്ദം കേൾപ്പിക്കൂ. ഒരു സ്പോർട്സ് താരത്തിൻ്റെ ശബ്ദം. ഇവർക്ക് എന്തായാലും ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളുടെ ശബ്ദം കേൾപ്പിക്കൂ. എനിക്ക് മലയാളമൊന്നും വേണ്ട, ഇംഗ്ലീഷും വേണ്ട. എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചോ. നിനക്ക് തോന്നുന്നു എന്തെങ്കിലും കേൾപ്പിച്ചോ. ഒരു ശബ്ദം കേൾക്കാം. En una villa nací, fue deseo de Dios crecer y sobrevivir a la humilde expresión enfrentar ശബ്ദം കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാട്ട് തന്നെ ഇട്ടു. ഇതാരാ പാടിയത്? സ്പോർട്സ് ചോദിച്ചപ്പോൾ മ്യൂസിക്കാ ക്വസ്റ്റ്യൻ. ഇതാരാ പാടിയത്? മറഡോണ ആണോ? നോക്കാം. En una villa nací, fue deseo de Dios crecer y sobrevivir. ശരി. മാരഡോണയാണ്. അപ്പോൾ 10 മാർക്കുകൾ കിട്ടി. 25ന്റെ അടുത്ത ചോദ്യം. വേണ്ട. 25 പോലും വേണ്ടേ? വേണ്ട. അയാളുടെ അഭിപ്രായത്തോട് ചോദിക്കൂ. പോവാം. എനിക്ക് ആ മിടുക്കനായ ബാറ്റ്സ്മാന്റെ, ആ ഇടം കയ്യൻ ബാറ്റ്സ്മാന്റെ ഒരു ചിത്രം കാണിച്ചു തരൂ. ആഹാ, കൊള്ളാം.
യുവരാജ് സിംഗ് ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയത് ഏത് ബൗളർക്കെതിരെയാണ്? ഒരു സ്റ്റുവർട്ട് ബ്രോഡ്. സ്റ്റുവർട്ട് ബ്രോഡോ? 4, 3, 2, 1 ടൈം ഔട്ട്. നിങ്ങൾക്ക് ഇനി ആലോചിക്കാൻ സമയമില്ല. മാത്രമല്ല ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞു പോയല്ലോ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണല്ലോ. സ്റ്റുവർട്ട് ബ്രോഡിനെയാണല്ലോ. സ്റ്റുവർട്ട് ബ്രോഡിനെ തന്നെയാണ് യുവരാജ് സിംഗ് ഒരു ഓവറിൽ 6 സിക്സ് അടിച്ചത്. ഇതിനേക്കാൾ സിമ്പിൾ ആണ് അടുത്ത ചോദ്യം. വേണ്ട, നീ വേണ്ടെന്ന് പറയും. ഈ ഇരിക്കുന്ന ജനസമുച്ചയം ഉണ്ടല്ലോ, അവർക്ക് നിങ്ങൾ അങ്ങനെ പിൻവാങ്ങി പോകുന്നതാണ് ഇഷ്ടമല്ല. അവരോട് ചോദിച്ചു നോക്കും മുന്നോട്ട് പോകണോ വേണ്ടെന്ന്. പോണം എന്നാ അവര് പറയുന്നേ. അടുത്ത ഫുട്ബോളാ. തോക്കുന്ന ഓരല്ലല്ലോ. എന്താ തോൽക്കുന്നത് ഓരല്ലല്ലോ. കേട്ടില്ല. തോൽക്കുന്നത് ഓരല്ലല്ലോ. അത് എന്റെ കുറ്റമല്ല. തോൽക്കുന്നത് അവരല്ല, ഞങ്ങളല്ലേ എന്നുള്ളത് എന്റെ വിഷയമല്ല. പക്ഷെ ഞാൻ മുന്നോട്ട് പോകാൻ പറയും. മതി. ഉറപ്പാണ്? ഉറപ്പിച്ചു. സ്റ്റേ ബാക്ക് with 35 points. ആൻഡ് പെരിയാർ വാ. നിങ്ങൾക്കൊന്നും സിനിമയും സാഹിത്യവും അമ്മയും രക്തവും യുദ്ധവും ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെ പർട്ടിക്കുലാരിറ്റികളൊന്നും ഇല്ലല്ലേ? പറഞ്ഞോ. മഹാത്മാഗാന്ധി. എനിക്ക് ഗാന്ധിയോടൊപ്പം എപ്പോഴുമുള്ള എന്തെങ്കിലും ഒരു സാധനം, ഗാന്ധിജിയുടെ നമ്മളെല്ലാത്തിലും ഗാന്ധി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രസമുള്ള ഒരു ഉപകരണം കാണിച്ചു തന്നെ. കൊള്ളാം. ചർക്ക. ഗാന്ധിജിക്ക് ആദ്യമായി ചർക്ക സമ്മാനിച്ച ആളാരാണ്? ഗംഗാബെൻ മജുംദാർ. ശരിയായ ഉത്തരം. 10 മാർക്കുകൾ ലഭിക്കുന്നു. ഒപ്പം 25ന്റെ അടുത്ത ചോദ്യത്തിലേക്ക് വെക്കൂടെ? പോവാം. ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? The Life of Gandhi എന്ന പുസ്തകം എഴുതിയ, ഗാന്ധിജിയോടൊപ്പം സഞ്ചരിച്ച് ഗാന്ധിജിയോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കൻ പത്രപ്രവർത്തകൻ ആരാണ്? ചാർലി. ലൂയി ഫിഷറാണ് ആ പുസ്തകം എഴുതിയത്. കേട്ടോ, ലൂയി ഫിഷറിന്റെ പ്രശസ്തമായ പുസ്തകമാണ് ദ ലൈഫ് ഓഫ് ഗാന്ധി. സിറ്റ് ബാക്ക് ആൻഡ് കടലുണ്ടിപ്പുഴ വാ. എന്താണ് ഇഷ്ട വിഷയം? സാഹിത്യം. എപ്പോഴും വിഷ്ണു അല്ലേ? തുടക്കം ഞാനൊന്ന് ചോദിച്ചോട്ടെ. പൂവുകളിൽ അടിവെച്ച് പുഴകളിൽ നീരാടി പുളിനഹരിതങ്ങളിൽ തളികകൾ നിറച്ചുകിളി മൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ട് കുളിരിൻ്റെ കുടമൂതി തെങ്ങിൻ്റെ തിരുചടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൊമ്പ് കൊണ്ടൊന്നല്ല 10 മണ്ണിൻ്റെ ഉണ്ണികളെ ഒക്കെ അമൃതൂട്ടുവാൻ പട്ടിൻ്റെ പോളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവൻ്റെ ഉന്മത്ത നൃത്തം. ഇതെഴുതിയത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒരു മലയാള കവിയാണ്. അദ്ദേഹം തന്നെയാണ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്നും എഴുതിയത്. ആരാണത്? ONV. ശരിയായ ഉത്തരമാണ്. 10 പോയിന്റുകൾ. ഒപ്പം 20 പോയിന്റുകൾക്ക് വേണ്ടിയുള്ള 25 പോയിന്റുകൾക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. ഇനി വിഷ്ണു അവസരം തരാം. വീണപൂവിന്റെ ശിരസ്സു ചോദിക്കുന്നു, പ്രേമ സംഗീത തപസ്സു ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നഭസ്സു ചോദിക്കുന്നു, മണിനാദമാർന്ന മനസ്സു ചോദിക്കുന്നു, പാടും പിശാചി ശപിച്ചു ചോദിക്കുന്നു, പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു, കളിയച്ഛനെയ്ത കിനാവു ചോദിക്കുന്നു, കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു. ഈ കവിത എഴുതിയത് ശ്രീ കുരീപ്പുഴ ശ്രീകുമാറാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മലയാളം എന്ന പ്രശസ്തമായ കവിതയാണ് അല്ലേ? പന്തങ്ങൾ പേറും കരുത്തു ചോദിക്കുന്നു. മലയാളത്തിലെ കവികളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പന്തങ്ങൾ, ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ അല്ലേ? ആരുടെ കവിതയാണത്? നിങ്ങൾക്കൊരു ക്ലൂ തരാം. നിങ്ങൾ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കാതെ തിരിച്ച് തിരുവനന്തപുരത്ത് പോയ ശ്രീ അയ്യപ്പൻ അടക്കമുള്ള ആളുകൾ എന്നോട് ദേഷ്യപ്പെടും. 5, 3. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവോ? അല്ല മോനെ, അല്ല. ഓഡിയൻസ് മോൻ പറ. പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിനമോലും മാളു കണക്കൊരു തീനാളം പണ്ടു
അന്തങ്ങൾ എഴുതിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിലുള്ള വിവിധോദ്ദേശ സാംസ്കാരിക സമുച്ചയത്തിൻ്റെ പേര് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ എന്നാണ്. അതിൻ്റെ VC, അതിൻ്റെ വൈസ് ചെയർമാൻ ആയി സർക്കാർ എന്നെയാണ് കഴിഞ്ഞ 5 വർഷമായി നിശ്ചയിച്ച് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് ചോദിക്കാതെ അവിടെ പോയാൽ അവർ തല്ലും എന്ന് പറഞ്ഞത്. യെസ്, ചാലിയാർ വന്നോ? എന്താ ഇഷ്ട വിഷയം? ക്രിക്കറ്റ്. ക്രിക്കറ്റ് കൊള്ളാലോ. ശരി, ക്രിക്കറ്റിനെ കുറിച്ചുള്ള ആദ്യ ചോദ്യം. 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയ വർഷം. കപിൽ ദേവ് ആയിരുന്നു ക്യാപ്റ്റൻ. ഫൈനലിൽ ആരായിരുന്നു മാൻ ഓഫ് ദ മാച്ച്? കപിൽ ദേവ്. 10 മാർക്കിൻ്റെ ചോദ്യത്തിന് ഞാൻ കൂടുതൽ ഉദാരമതിയാകും, അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് ഒന്നുകൂടെ സമയമെടുത്തൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ലാല എന്നാണ്, സഹോദരൻ്റെ പേര് സുരീന്ദർ എന്നാണ്. മോഹീന്ദർ അമർനാഥ് ആണ്. 10 മാർക്ക് ശരിയാണ്. ഇനി 25 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം, സിമ്പിളല്ലേ, ക്രിക്കറ്റ് അല്ലേ. വിഷ്ണു, എനിക്ക് 25 മാർക്ക്. നമ്മൾ ഇവർക്ക് ചോദിച്ചത് യുവരാജ് സിംഗിനെ കുറിച്ച്, 6 അല്ലേ? എന്നാൽ പിന്നെ ഒരു 6 വരട്ടെ. ആഹാ, ഇതാള് കൊള്ളാലോ. ഇയാളുടെ പേര് തിലക് രാജ് എന്നാണ്. ഡൽഹിക്കും ബറോഡയ്ക്കും വേണ്ടി കളിച്ചിട്ടുണ്ട് രഞ്ജി ട്രോഫിയിൽ. ആദ്യമായി ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഒരു ഇന്ത്യക്കാരൻ 6 സിക്സറുകൾ നേടുന്നത് ഇയാൾക്കെതിരെയാണ്. തിലക് രാജിൻ്റെ ഓവറിലാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ 6 സിക്സ് അടിക്കുന്നത്. 6 സിക്സ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ നേടുന്നത് യുവരാജ് സിംഗ് അല്ല കേട്ടോ, അത് അന്തർദേശീയ തലത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ മറ്റൊരാളാണ്. ആ ആളാര് എന്നാണ് ചോദ്യം. കമൻറ്റേറ്ററുടെ രൂപത്തിൽ നിങ്ങൾക്കൊരുപാട് പരിചയമുണ്ട് ആളിനെ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെടും തൂണുകളിലൊന്നായ ആ മനുഷ്യൻ ഇന്ത്യ ഒരു പ്രശസ്തമായ ടൂർണമെൻറ്റിൽ വിജയിച്ചപ്പോൾ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയിം ജയ്വാദ് എന്നാണ്. 5, 3. വിനോദ് കംബ്ലി. ഓഡിയൻസ്, യെസ്. രവിശങ്കർ ജയ്വാദ് ശാസ്ത്രി എന്ന രവി ശാസ്ത്രിയാണ് ഒരു ഓവറിൽ ആദ്യമായി 6 സിക്സ് നേടുന്നത് തിലക് രാജിനെതിരെ. തിലക് രാജ് എന്ന് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ? കളി കണ്ടിട്ടുണ്ട്. താങ്ക് യു. പേര് അല്ല എനിക്കറിയാം, സജിമോൻ ആണ്. ശരി, സന്തോഷം. നിന്റെ വിശപ്പ് എൻ്റെ വിശപ്പ് കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേലേമ്പ്ര, മലപ്പുറം. തമ്പുരാനും കൊമ്പനാനും ഓടിത്തള്ളിയോ. മിന്നൽ മുരളി, ഇതാണ് അടുത്ത റൗണ്ടിൻ്റെ പേര്. നിങ്ങളുടെ മുന്നിൽ 6 കളങ്ങൾ വരുന്നു. ചാലിയാർ, ശ്രദ്ധിച്ചോളൂ. ഈ 6 കളങ്ങളിൽ ചാലിയാർ നിങ്ങൾക്കൊരു സംഖ്യ പറയാം. ഉദാഹരണം കാണിക്കാം. ഒരു സംഖ്യ പറഞ്ഞേ. 3. സ്ക്രീനിനോട് ഞാനപ്പോൾ 3 ഒഴിവാക്കി തരൂ എന്ന് ആവശ്യപ്പെട്ടാൽ അവിടെ ഉദാഹരണത്തിന് വരുന്നത് ഇന്ത്യയിലെ തലസ്ഥാന നഗരങ്ങൾ. അത് ഉദാഹരണമാണ് കേട്ടോ. ഇന്ത്യയിലെ തലസ്ഥാന നഗരങ്ങൾ എന്ന വിഷയം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനോടൊപ്പം ഇങ്ങനെ ഒരു മണൽ ഘടികാരം കൂടി പ്രത്യക്ഷപ്പെടും. 30 സെക്കൻഡുകൾക്കുള്ളിൽ ആ ഘടികാരത്തിലെ മണൽ ഘടികാരത്തിൻ്റെ ചക്രം പൂർത്തിയാക്കും. ഈ 30 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച വിഷയത്തെക്കുറിച്ച് 5 ശരി ഉത്തരങ്ങൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് പറയണം. 5 ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്കുകൾ എന്ന ക്വാളിഫയിങ് റൗണ്ടിലെത്താൻ. 5 എണ്ണം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ -30 എന്ന നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ഈ 30 സെക്കൻഡുകൾക്കുള്ളിൽ 5 അല്ല, നിങ്ങൾ കൂടുതൽ പറയാൻ കഴിഞ്ഞാലോ അധികമായി പറയുന്ന ഓരോന്നിനും 20 മാർക്ക് വീതം അധികം കിട്ടും. 10 എണ്ണം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ
140 മാർക്ക് വരെ നിങ്ങൾക്ക് നേടാൻ കഴിയും. വളരെ രസകരവും നിസ്സാരവുമായ വിഷയങ്ങളുമാണ്. റെഡി ടീം ചാലിയാർ? സ്ക്രീൻ ഷോ ദ ബോക്സസ്. 1 2 3 4 5 6. ടീം ചാലിയാർ പറയൂ, എന്താണ് നിങ്ങളുടെ സംഖ്യ? 3. സ്ക്രീൻ ഫ്രീ ദ ബോക്സ്. 3. ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, നവോത്ഥാന നായകന്മാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫാദർ ഓഫ് ദ റിനൈസൻസ് ഇസ് രാജാ റാം മോഹൻ റോയ്. പേരുകൾ മാത്രം പറഞ്ഞു പോകും. പിന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, പിന്നെ ജ്യോതിറാവ് ഫുലെ, പണ്ഡിറ്റ് രമാബായി, കൻവർ സിംഗ്, പിന്നെ സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, നവോത്ഥാന നായകർ എന്നാണ് ചോദ്യം, സ്വാതന്ത്ര്യ സമര സേനാനികളെന്നല്ല. ഞാൻ കൻവർ സിംഗിനെയും താന്തിയ തോപ്പിയെയും ഒഴിവാക്കി. 8 ശരി ഉത്തരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ദാറ്റ് മീൻസ് യു ഗെറ്റ് 60 + 40, 100 points. ആൻഡ് കടലുണ്ടിപ്പുഴ, യുവർ ടൈം, യു ക്യാൻ ചൂസ് ദ നമ്പർ 1 2 4 5 6. 4. വാട്ട് മോർ ടു ഗോ ഫോർ 4? മാർട്ടിയേഴ്സ് ഓഫ് ഫ്രീഡം മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ഹെമു കലാനി, വാഞ്ചിനാഥ അയ്യർ, പ്രീതിലത വടേദാർ, മാതങ്കിനി അസ്ര, അരുണ ആസിഫ് അലി, മംഗൾ പാണ്ഡെ, പക്ക അബ്ദുൽ ഖാദർ, പക്കം അബ്ദുൽ ഖാദർ, മൗലവി, ഭാര്യകുന്നത്ത് കുഞ്ഞമ്മദ്, ഭാര്യകുന്നത്ത്. 9 ശരി ഉത്തരങ്ങൾ. ദാറ്റ് മീൻസ് യു ഗെറ്റ് 120 points. പെരിയാർ 5. Strive to get the maximum points. Screen remove 5. വേൾഡ്സ് ഫസ്റ്റ് ഹൂ ഈസ് ഹൂ, ആദ്യത്തേത് എന്ന നേട്ടമുള്ള ആളുകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബിജേന്ദ്രി പാൽ, ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായകെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS. ടൈം എൻഡഡ്. ആ വിഷയം എന്തായിരുന്നു മോനെ? വേൾഡ്സ് ഫസ്റ്റ് ഹൂ ഈസ് ഹൂ. 3 ഉത്തരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത്. ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് നേടിയവരുടെ ചോദ്യമാണ് ചോദ്യം. ലോകത്തിൽ ആദ്യത്തേത് എന്ന അച്ചീവ്മെൻറ്റുകൾ നേടിയവരാണ്. 3 ശരി ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് -30. യെസ് ഭാരതപ്പുഴ. 1 2 6 2. സ്ക്രീൻ റിമൂവ് 2. ഇന്ത്യൻ റിവേഴ്സ് ഔട്ട്സൈഡ് കേരള, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ നദികൾ. നർമ്മദ, ഗോദാവരി, താപ്തി, കൃഷ്ണ, ഗംഗ, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര വേണ്ട. സിന്ധുവും വേണ്ട. ലോന. ഓക്കെ. വൈഗ, കാവേരി. കഴിഞ്ഞു. 8 ശരി ഉത്തരങ്ങൾ. 8 ശരി ഉത്തരങ്ങൾ. സത്ലജും ഗോദാവരിയും ഛലവും രവിയും ബിയാസും ഒന്നും ഇല്ലേ? 8 ശരി ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് 100 മാർക്കുകൾ ലഭിക്കുന്നു. യെസ് ടീം പമ്പയാർ. 1. ഹാവ് ദ ഫൺ ഓഫ് 1. ഏഷ്യൻ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്, ഏഷ്യയിലെ രാജ്യങ്ങളും തലസ്ഥാനങ്ങളും ജോഡിയായി പറയുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇന്ത്യ ഡൽഹി, ജപ്പാൻ ടോക്കിയോ, ചൈന ബീജിംഗ്, ഏറ്റവും എളുപ്പമുള്ള വിഷയം ഇതാ. സൗദി അറേബ്യ, -30. ഇതായിരുന്നല്ലേ ഏറ്റവും എളുപ്പമുള്ള വിഷയം അല്ലേ? ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ്റെ തലസ്ഥാനം അറിയില്ലേ? യെസ്
-30 and Team Nayyar, you have only one option to go for 6. So screen fix 6. Art forms of Kerala. കേരളത്തിലെ കലാരൂപങ്ങൾ 1, 2, 3 സ്റ്റാർട്ട്. മൈക്ക് ഓൺ ചെയ്തു. കഥകളി, പടയണി. കേട്ടില്ല. കഥകളി, പടയണി, മോഹിനിയാട്ടം. മോഹിനിയാട്ടം കേരളീയം എന്ന് പറയാം. കേരളത്തിലെ കലാരൂപമല്ല. തെയ്യം, ചാക്യാർകൂത്ത്, കുച്ചിപ്പുടി. എന്താണ്? കുച്ചിപ്പുടി അല്ല, അത് ആന്ധ്രാപ്രദേശിലാണ് മോനെ. മാർഗംകളി. കോൽക്കളി, ഒപ്പന. മാർഗംകളിയും ദഫ്മുട്ടും ഒപ്പനയും ഒക്കെ ഒരു കേരളീയ കലാരൂപം എന്നതിനേക്കാളുപരി അത് അനുഷ്ഠാന കലാരൂപങ്ങളിൽ പെടുന്നതാണ്. ബട്ട് സ്റ്റിൽ ആ ചോദ്യത്തിൽ കേരളീയമായ കലാരൂപങ്ങളെന്ന് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലാതെ അത് നാടൻ കലാരൂപങ്ങളാകണമെന്ന് ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ 6 ശരി ഉത്തരങ്ങൾ അംഗീകരിക്കുന്നു. ദാറ്റ് മീൻസ് യു ഗെറ്റ് 60 പോയിൻറ്റ്സ്. നമ്മൾ ഈ മത്സരത്തിൻ്റെ 4ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയായി. സേതുരാമയ്യർ CBI എന്നതാണ് ഈ റൗണ്ടിൻ്റെ പേര്. നിങ്ങളിലെ സേതുരാമയ്യരെ കണ്ടെത്താനാണ് ഈ റൗണ്ട്. സൂചനകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്ന നിങ്ങളിലെ സേതുരാമയ്യർ. വളരെ പ്രശസ്തരായ കോമൺ റൗണ്ടാണ്. വളരെ പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചോ പ്രശസ്തമായ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ സൂചനകൾ ഉണ്ടാകാം. ആദ്യ സൂചനയിൽ തന്നെ കൈ ഉയർത്തുന്നവർക്കാണ് അവസരം. ആദ്യം കൈ ഉയർത്തുന്നവർക്ക് ആദ്യ സൂചനയിൽ കൈ ഉയർത്തി ശരി ഉത്തരം പറഞ്ഞാൽ 60 മാർക്ക്, രണ്ടാമത്തെ സൂചനയിലാണെങ്കിൽ 40 മാർക്ക്, മൂന്നാമത്തെ സൂചനയിലാണെങ്കിൽ 20 മാർക്ക്, നാലാമത്തെ സൂചനയില്ല. എന്നാൽ ഈ ആദ്യ സൂചനയിൽ കൈ ഉയർത്തി ഉത്തരം തെറ്റിപ്പോയാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ബാക്കി സൂചനകളിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടാകില്ല കൈ ഉയർത്താൻ. ഈ റൗണ്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമസ്കാരം, ടീച്ചറാ? ആണോ? ടീച്ചറെ, വളരെ പ്രശസ്തിയുള്ള വളരെ ഫേമസ് ആയ ആരെങ്കിലും ഒരാളുടെ പേരെൻ്റെ കാതിലൊന്ന് പറഞ്ഞേ. അങ്ങനെയല്ല. അതായത് ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ഞാൻ ചോദിക്കുന്ന ഒരാളിനെ കുറിച്ച് സൂചന കൊടുക്കുമല്ലോ, ആ ആളിനെ ലേമാന് വരെ അറിയാമായിരിക്കണം. എല്ലാവർക്കും അറിയാവുന്ന പേരായിരിക്കണം. സൂചന ഞാൻ കുഴപ്പിച്ചോളാം. അപ്പോൾ ടീച്ചർ എന്നോട് 2 കാര്യങ്ങൾ പറഞ്ഞു. ആ 2 എണ്ണത്തിനെ കുറിച്ചും നോക്കാം. ആദ്യത്തേത്, ലെസ് ലോങ് ഗൈഡഡ് മീ ടു സക്സസ്. ലെസ് ലോങ് എന്നെ വിജയത്തിലേക്ക് വഴിതെളിച്ചു. ഇല്ല. രണ്ടാമത്തെ ക്ലൂ തരട്ടെ? ക്ലൂ തരാം. വിഷ്ണു, എനിക്ക് കുറെ കെട്ടിടങ്ങളുടെ പെയിന്റിങ്ങുകൾ തരൂ. വീടുകളുടെ പോലുള്ള പെയിന്റിങ്ങുകൾ എന്തെങ്കിലും തരൂ. വിഷ്ണു എവിടെയാണെന്ന് അറിയില്ല. അവിടെ വീടുകളുടെ എന്തെങ്കിലും പെയിന്റിങ് തരൂ. അയ്യോ, ഉണ്ടോ? വന്നല്ലോ. ഇതാ, ഈ ചിത്രങ്ങൾ വരച്ച മനുഷ്യൻ എനിക്ക് കൈ തരാതെ പോയി എന്നാണ്. ഈ ചിത്രങ്ങൾ വരച്ച മനുഷ്യൻ ഞാൻ നീട്ടിയ കൈ തട്ടിക്കളഞ്ഞു 1936. ആരാ കൈവക്കിയ? ഭാരതപ്പുഴ. യെസ്, അഡോൾഫ് ഹിറ്റ്ലറാണോ? യുവർ ചാൻസ് ഈസ് ഓവർ. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞത്
ഈ ചിത്രങ്ങൾ വരച്ചയാൾ എൻ്റെ കൈ തട്ടി മാറ്റി ഞാൻ കൈ നീട്ടിയപ്പോൾ 1936. യെസ്, ചാലിയാർ. സുഭാഷ് ചന്ദ്രബോസ്. ഇല്ല. മൂന്നാമത്തെ ക്ലൂ, ഏറ്റവും ലളിതമായ ക്ലൂ. വേൾഡ് അഡ്രസ്സസ് മീ as the most effortful and positive athlete the world has ever created, and today is my birthday. Yes, പറഞ്ഞോ പമ്പയാർ. ഉസൈൻ ബോൾട്ട്. അല്ല, ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ പുതിയതാക്കാം. കടലുണ്ടിപ്പുഴ. ധ്യാൻചന്ദ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം 1936 ബെർലിൻ ഒളിമ്പിക്സ് നടക്കുന്ന സമയം. അന്ന് ലോങ് ജമ്പ് പിറ്റിലേക്ക് ഏറ്റവും മഹാനായ ആ കായിക താരം ഇങ്ങനെ ഓടി വരികയാണ്. അയാളുടെ ആദ്യത്തെ ചാട്ടങ്ങളൊക്കെ ഫൗളായി കഴിഞ്ഞു. അഡോൾഫ് ഹിറ്റ്ലർ വേദിയിലിരിക്കുക. ഈ ചിത്രങ്ങളൊക്കെ വരച്ചത് ഹിറ്റ്ലറാണ്. 2000-ഓളം പടം വരച്ച ആളാണ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ വേദിയിലിരിക്കുന്നു. കറുത്തവർഗക്കാരനായ വിശ്വോത്തര കായിക താരം ഇങ്ങനെ ഓടി വരുന്നു. ഇയാളുടെ ആദ്യത്തെ ചാട്ടങ്ങളൊക്കെ ലോങ് ജമ്പിൽ ഫൗൾ ജമ്പായി പോയി. അപ്പോൾ ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി ഹിറ്റ്ലർ കരുതി വെച്ച ഒരു ആയുധമുണ്ട്. ഹിറ്റ്ലറിൻ്റെ ഭാഷയിൽ ദാരിയൻ ബ്ലഡ് എന്ന് ഹിറ്റ്ലർ വിശേഷിപ്പിച്ച കായിക താരമാണ് ലെസ്ലോങ്. അപ്പോൾ ലെസ്ലോങ് ആണ് ഹിറ്റ്ലറിൻ്റെ ആയുധം ഈ പ്രതിഭയെ തോൽപ്പിക്കാൻ. പക്ഷേ ഈ ലെസ്ലോങ് ഇയാളുടെ അരികിൽ വന്ന് പറഞ്ഞു, നോക്കൂ, നിങ്ങളൊരല്പം കൂടി മുന്നിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് അവസാനിപ്പിച്ച് ചാടിയാൽ മതി, നിങ്ങൾ എത്ര പിറകിൽ നിന്ന് ചാടിയാലും നിങ്ങൾ ക്വാളിഫൈഡ് ആകും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് ക്വാളിഫൈ ചെയ്തു. പിറ്റേ ദിവസം ഈ ലെസ്ലോങ്ങിനെ തോൽപ്പിച്ച് 1ാം സമ്മാനം ഗോൾഡ് മെഡൽ നേടി. ഡയസിലേക്ക് ഗോൾഡ് മെഡൽ നേടിയ ആ മനുഷ്യൻ കടന്നു ചെന്ന് കൈ നീട്ടിയപ്പോൾ വംശവെറി മൂലം വല്ലാത്ത ഇരുണ്ട മനസ്സുണ്ടായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ അയാളുടെ കൈ നിഷേധിച്ചിട്ട് മടങ്ങിപ്പോയി. സുഭാഷ് ചന്ദ്രൻ പിന്നീട് ഒരു ലേഖനത്തിൽ എഴുതിയതുപോലെ ഹിറ്റ്ലർ നിഷേധിച്ച കൈകൾ പകരം കൊടുത്ത് മരണത്തിൻ്റെ ലോകത്തിനപ്പുറത്ത് ദൈവം അയാളെ സ്വീകരിച്ചിട്ടുള്ളത് മാനവികതയുടെ ഉയർന്ന സ്വർഗത്തിലേക്കാകും എന്നാണ്. ടീച്ചർ എന്നോട് പറഞ്ഞ ആദ്യത്തെ പേരതാണ്. അയാളുടെ പേര് ജെസ്സി ഓവൻസ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും മഹാനായ കായിക താരമായ ജെസ്സി ഓവൻസ്. പക്ഷെ ഇനി എന്നോട് പേരുകൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ അറിവ് പരിശോധിക്കുന്ന റൗണ്ടേ അല്ല. സൂചനകൾ ഞാൻ പ്രയാസമാക്കിക്കോളൂ. നിങ്ങൾ ഏറ്റവും സിമ്പിളായ ആളുകളെ കുറിച്ച് കൊടുക്കാം. വേറൊരു പേര് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അത് അവർക്ക് അറിയാമുള്ള പേരായിരിക്കും. അടുത്ത ആളിനെ കുറിച്ചുള്ള സൂചന 60 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സൂചന ഒരു ഗൂഗിൾ മാപ്പാണ്. പേക്കരിമ്പ. അത് ഇന്ത്യയിലല്ലേ? ശരി. അടുത്തത് എനിക്ക് ഏതെങ്കിലും വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു പതാകയോ അങ്ങനെ എന്തെങ്കിലും തരൂ. സെക്കൻഡ് ക്ലൂ. 40 മാർക്കുകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ സൂചന. നിങ്ങളുടെ ബുദ്ധി വളരെ വേഗത്തിൽ പ്രവർത്തിക്കട്ടെ. ടീം കടലുണ്ടിപ്പുഴ. APJ അബ്ദുൽ കലാം. അതെന്താ കാര്യം? മെയ് 26-ന് APJ അബ്ദുൽ കലാം സ്വിറ്റ്സർലൻഡിൽ പോയി. എന്നാണ് സ്വിറ്റ്സർലൻഡിലെ ശാസ്ത്ര ദിനം. അപ്പൊ ആദ്യത്തത് രാമേശ്വരത്തിനടുത്തുള്ള പേക്കരിമ്പ് താലൂക്കിലെ തങ്കച്ചി മഠമാണ് അബ്ദുൽ കലാമിന്റെ ഖബർ നിലകൊള്ളുന്ന സ്ഥലം. ശരിയായ ഉത്തരമാണ്. 40 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം ഒരു പേര് പറഞ്ഞേ. ടീച്ചർ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം അതിന് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യാമാതാവിനോടൊപ്പം ചേർന്ന് നടത്തുന്ന അപ്നാലയ എന്ന പ്രസ്ഥാനമാണ്. ടീച്ചർ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം അപ്നാലയ എന്ന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്ലൂ, എനിക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റോ വല്ലതും തരാൻ പറ്റുമോ? വിഷ്ണു, എന്തെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് തരാമോ? തന്നല്ലോ. 1 പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്. ഇന്ത്യൻ പ്രോട്ടോകോൾ ലിസ്റ്റാണ്. 3 പ്രൈം മിനിസ്റ്റർ, 4 ഗവർണർ ഓഫ് സ്റ്റേറ്റ്, 5 ഫോർമർ പ്രസിഡന്റ്, 5 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, 6 ചീഫ് ജസ്റ്റിസ്, 7 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, 7 8ലാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഔട്ട്സൈഡ് ദർ ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റേറ്റ്. മറ്റ് സ്റ്റേറ്റിൽ പോയാൽ മുഖ്യമന്ത്രിമാർക്കുള്ള റാങ്കിങ്ങിനേക്കാൾ ഉയർന്ന പ്രോട്ടോക്കോളിലാണ് 7A. ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. 7A ഞാനാണ്, അത് നിങ്ങൾ കണ്ടെത്തേണ്ട ആളാണ് 7Aയിൽ. ഈ ബാക്കിയുള്ളവരുടെയൊക്കെ ഈ പദവി കഴിഞ്ഞാൽ അവരുടെ റാങ്ക് മാറും അല്ലേ? എക്സ് പ്രസിഡൻ്റായ റാങ്ക് മാറി. എന്നാൽ 7Aയിലുള്ള ആളിന് മരിക്കും വരെ റാങ്ക് ഉണ്ടാവും. അപ്പോൾ 7A എന്ന റാങ്കിലുള്ള ഒരാളുടെ പേരാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞതെന്നാണ് എൻ്റെ ഉദ്ദേശം. എന്താണ് കൈ ഉയർത്തിയതാരാ? പമ്പയാർ. ഉത്തരം പറയൂ. കെ കരുണാകരൻ. അതെന്താ? കരുണാകരൻ മരിച്ചില്ലേ? അതിന് ആരും കൈ ഉയർത്താത്ത സ്ഥിതിക്ക് മൂന്നാമത്തെ ഒരു സിമ്പിൾ ക്ലൂ കൊടുത്തോ വിഷ്ണു?
തീഹാർ ജയിലിൽ യെസ് കടലുണ്ടിപ്പുഴ സച്ചിൻ ടെണ്ടുൽക്കർ. നോക്കാം. എന്നോട് ഈ ടീച്ചർ പറഞ്ഞ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്നോട് നിങ്ങൾ എന്ത് പേരാ കാതി പറഞ്ഞേ? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ എന്നാണ് പറഞ്ഞത്. സച്ചിൻ തെണ്ടുൽക്കർ. അപ്രാലൈ സച്ചിൻ തെണ്ടുൽക്കറിന്റെ സാമൂഹ്യ പ്രവർത്തന കേന്ദ്രം. രണ്ടാമത്തെ സൂചന, ഇന്ത്യയിലെ VVIP പ്രോട്ടോകോൾ ലിസ്റ്റിൽ 7A ഭാരതരത്ന റെസിപ്പിയന്റിൻ്റെതാണ്. ഭാരതരത്ന റെസിപ്പിയന്റിന്റെ പ്രോട്ടോകോളാണ് 7A. മൂന്നാമത്തേത്, തിഹാർ ജയിലിൽ ലോക സ്കൂൾ റെക്കോർഡ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ വാർഡ് ആൻഡ് വിനോദ് കാംബ്ലി വാർഡ് എന്ന 2 വാർഡുകളെന്ന് ആരംഭിച്ചിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ ശരിയായ ഉത്തരമാണ്. യു ഗെറ്റ് 20 പോയിന്റ്സ്. ആൻഡ് മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള സൂചന, നിങ്ങൾ വളരെ ഷാർപ്പായി ചിന്തിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഉണ്ണിയുടെ ഒരു പേര് പറഞ്ഞേ. യെസ്, കേരള ചരിത്രവും വർത്തമാനവും നവകേരളത്തിലേക്ക് പൗരത്വവും ദേശക്കൂറും നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി എഴുതിയ പുസ്തകങ്ങളാണ് ഇത്. അവനാൾ പിടിക്കുന്നല്ലേ? യെസ്, നെക്സ്റ്റ്. 40 മാർക്കുകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ സൂചന, വിധേയത്തിൽ കമ്മീഷൻ 1970കളിൽ നടത്തിയ നിരീക്ഷണം തലശ്ശേരിയിലെ വർഗീയ കലാപങ്ങൾ ശമിപ്പിക്കാനും മതവൈരം തലശ്ശേരിയിൽ അവസാനിക്കാനും കാരണമായ പ്രവർത്തനങ്ങളിൽ ഈ വ്യക്തിയുടെ നിർണായകമായ പങ്കിനെ വിധേയത്തിൽ കമ്മീഷൻ പ്രത്യേകം പരാമർശിച്ചു. യെസ്, ഭാരതപ്പുഴ. EMS. മൂന്നാമത്തെ സൂചന, എനിക്കേതെങ്കിലും ഒരു വിദേശ നഗരത്തിന്റെ വീഡിയോ എല്ലാം തരാമോ? ഇത് ലണ്ടൻ നഗരമാണ്. ലണ്ടൻ നഗരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു സംഗതി, അവിടുത്തെ പ്രശസ്തമായ ബിഗ് ബെൻ ആണ്. ലണ്ടനിൽ അതുപോലെ തന്നെ പ്രശസ്തമായ ഒന്നാണ് ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മണി മുഴക്കിയ ആദ്യത്തെ ഒരു പ്രത്യേക പദവി വഹിക്കുന്ന ഭാരതീയനാണ് അദ്ദേഹം. യെസ് യെസ്, ടീം പെരിയാർ. ടീം കടലുണ്ടിപ്പുഴ. പിണറായി വിജയൻ. നോക്കാം, താങ്കൾ എന്താണ് എന്നോട് പറഞ്ഞത്? പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയൻ, കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എഴുതിയ പുസ്തകങ്ങളാണ് ആദ്യം കാണിച്ചത്. 1970കളുടെ ആരംഭത്തിൽ UK കുഞ്ഞിരാമനോടൊപ്പം ചേർന്നുകൊണ്ട് തലശ്ശേരിയിലെ പള്ളി സംരക്ഷിക്കുകയും തലശ്ശേരിയിലുണ്ടായ വർഗീയ കലാപങ്ങൾ പരിഹരിക്കുവാൻ ഇടപെടുകയും ചെയ്തപ്പോൾ അന്നത്തെ നിയമപരമായ സമിതിയായ വിധേയത്തിൽ കമ്മീഷന്റെ രേഖകളിൽ ഈ വർഗീയ കലാപങ്ങൾ ഒഴിവാക്കി ശാന്തമാക്കിയ അന്തരീക്ഷം മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരുടെ കൂട്ടത്തിൽ ശ്രീ പിണറായി വിജയന്റെ പേരാണ് എടുത്തു പറയുന്നത്. മൂന്നാമത്തേത്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിമുഴക്കിയ ആദ്യത്തെ ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ശരി ഉത്തരമാണ്. 20 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന, MB ട്യൂട്ടോറിയലിൽ ജോലി ചെയ്തു ഞാൻ. തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഗ്രാമസേവകന്റെ ജോലിയും ഞാൻ ചെയ്തു. ഇല്ല. രണ്ടാമത്തെ സൂചന, കണ്ണാന്തളി പൂക്കൾ. കണ്ണാന്തളി പൂക്കൾ എന്നത് എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ആത്മകഥയുമായി ഏറെ ബന്ധപ്പെട്ട പേരാണ്. യെസ്, കടലുണ്ടിപ്പുഴ. MT വാസുദേവൻ നായർ. താങ്കൾ പറഞ്ഞ പേരെന്താണ്? MT വാസുദേവൻ നായർ. ശരിയായ ഉത്തരമാണ്. 40 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം ഈ റൗണ്ടിലെ അവസാന അവസരം ആർക്കാ? ഒരു പേര് പറഞ്ഞു. അപ്പൊ ഞാൻ തരാം. നീ എൻ്റെ വകയായിട്ടൊരു ക്ലൂ തരാം. റെഡി? റിഫ്ലക്ഷൻസ് എന്ന നിശബ്ദ ചലച്ചിത്രത്തിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ അഭിനയിച്ച നിശബ്ദ ചലച്ചിത്രം, സൈലന്റ് മൂവിയുടെ പേരാണ് റിഫ്ലക്ഷൻസ്. ഇല്ല. രണ്ടാമത്തെ സൂചന, CNN IBN കേരളത്തിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മലയാളി, ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള മലയാളിയായി തിരഞ്ഞെടുത്തത് എന്നെയാണ്.
ഇല്ല. മൂന്നാമത്തേത്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിൽ കടലുണ്ടിപ്പുഴ മോഹൻലാൽ. ശരിയായ ഉത്തരമാണ്. 20 മാർക്കുകൾ. ഒരാളിനെ കുറിച്ച് കൂടി സൂചന തരാം. അത് ആരാ? നിങ്ങൾ ആരാ പറയുന്ന ഒരു പേര് പറയും. ശരി. 9ാമത്തെ വയസ്സിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ഞാൻ 14ാമത്തെ വയസ്സിൽ അമ്മയാക്കപ്പെട്ടു. തൊഴിൽ തേടി റേഡിയോ നിലയങ്ങളിൽ പോയ എന്നെ എൻ്റെ നിറത്തിൻ്റെ പേരിൽ അന്നത്തെ പ്രക്ഷേപണ കേന്ദ്രങ്ങൾ ഒഴിവാക്കി. ഓപ്ര വിൻഫ്രൈ ആണോ? അതാണോ എന്നോട് പറഞ്ഞത്? ശരിയായ ഉത്തരമാണ്. ടീം കടലുണ്ടിപ്പുഴ 60 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവന് നിർബന്ധമുള്ളത് കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നു. എല്ലാവർക്കും അത്ര പരിചയം കാണണമെന്നില്ല, എങ്കിലും 60 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം. മലീവായ് വാഷിംഗ്ടൺ എന്ന സ്ത്രീ എനിക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ കുറ്റകൃത്യ ആരോപണത്തെ തുടർന്ന് അത് തെളിയുകയും ഞാൻ നിരവധി വർഷങ്ങൾ ജയിലിൽ കിടക്കുകയും ചെയ്തു. ശരിയല്ലേ? ആണ്. ഇല്ല. 2, ഇവാൻഡർ ഹോളിഫീൽഡ് എൻ്റെ ചൂടറിഞ്ഞ ഒരാളാണ്. 3ാമത്തെ ക്ലൂ, ഇടിക്കൂട്ടിലെ രാജാവ് എന്ന ആ കാലഘട്ടം അദ്ദേഹത്തെ. ടീം സി, പെരിയാർ. മൈക്ക് ടൈസൺ ആണോ മുഹമ്മദ് അലി ആണോ? മൈക്ക് ടൈസൺ ആണോ? മൈക്ക് ടൈസൺ ശരിയായ ഉത്തരമാണ്. അവൻ ചോദിച്ച ന്യായമായ ഒരു ചോദ്യമാണ്. 1ാമത്തെ ചോദ്യം. The shake hand of Tony Blair was so precious and warmful. ഏറ്റവും ഊഷ്മളവും വിലമതിക്കാനാകാത്തതുമായിരുന്നു ടോണി ബ്ലെയർ എനിക്ക് നൽകിയ ഹസ്തദാനം. ഇല്ല. 2ാമത്തെ സൂചന, ഒരു പേന. ടീം പെരിയാർ. മോൻ എന്താ പറഞ്ഞത്? മലാല യൂസഫ്സായി. ശരിയായ ഉത്തരമാണ്. 40 പോയിന്റ്സ് ടു ടീം പെരിയാർ. നമ്മൾ ഈ മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു. അസാധാരണ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സാധാരണ വിദ്യാലയം. നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേലേമ്പ്ര, മലപ്പുറം. ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. മണിച്ചിത്രത്താഴ്. ആ റൗണ്ട് അവസാന റൗണ്ടാണ്. പക്ഷേ ഈ മണിച്ചിത്രത്താഴ് എവിടെ? ഇതാണ്. ഇങ്ങനെ ഇരുന്നാൽ കളി കിടക്കില്ല. തുറക്കാൻ പറയാം. എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ നിൽക്കുന്ന 6 ടീമുകളുണ്ടല്ലോ, അതിലേതോ ഒരു ടീമിനാണ് ഇത് തുറക്കാൻ പറയാനുള്ള യഥാർത്ഥ അധികാരം, സാഡിൽ പവർ. ആ അധികാരം ആർക്കെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങളിൽ കൈ ഉയർത്തി ആദ്യം ശരിയുത്തരം പറയുന്ന ആളിനാണ് ആ സാഡിൽ പവർ കിട്ടുക. ആ ചോദ്യത്തിന് ശരിയുത്തരം പറയുന്ന ആളിന് അത് തുറക്കാൻ അവസരം കിട്ടും. പിന്നെ കളി അപ്പം പറയാം. ചോദ്യം എന്താകണം നോക്കാം. ഹംഗേറിയൻ ഹൊറർ എന്ന് വിളിക്കുന്നത് ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു സംഗതിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ
വിൽക്കപ്പെടുന്ന യെസ് കടലുണ്ടിപ്പുഴ. നമുക്ക് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഉണ്ണിയേട്ടാ ഈ കുട്ടികൾക്ക്? പൊട്ടിച്ചോ? തുറന്നോ? എടുത്തോ? അപ്പോൾ സ്ക്രീൻ ഈ മണിച്ചിത്രത്താഴ് തുറക്കാനുള്ള അവസരത്തിന് 40 പോയിന്റുകളും ഒരു റുബിക്സ് ക്യൂബും കിട്ടി. ഒപ്പം കടലുണ്ടിപ്പുഴയ്ക്ക് തുറക്കാൻ പറയാം. തുറക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും തുറക്കോ മോനെ? നിനക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ. തുറക്കാൻ ആജ്ഞാപിക്കൂ. ഓപ്പൺ ദ ഡോർ. ഒന്നൂടെ. ഓപ്പൺ ദ ഡോർ. ഒന്നൂടെ. ഓപ്പൺ ദ ഡോർ. അക്ഷരപ്പെയ്ത്തിന്റെ 50 ആണ്ടിൽ ഇവിടെ വിരിഞ്ഞതൊരു മഴവില്ലാണ്, റെയിൻബോ. 7 നിറങ്ങളുള്ള ഈ റെയിൻബോയിലെ അക്ഷരങ്ങൾക്കെല്ലാം ഓരോ കാരണങ്ങളും ഉണ്ടാകും. നമുക്ക് നോക്കാം എന്താണ് ആ കാരണങ്ങളെന്ന്. റീഡേഴ്സ് ഡൈജസ്റ്റ്, അമേസിംഗ് ആർട്ടിസ്റ്റ്, ഇന്ത്യൻ പ്രൈഡ്, നർച്ചറിംഗ് നേച്ചർ, ബ്രില്യൻ ബോയ്സ്, ഫുഡ് ഫാഷൻ, വണ്ടർ വുമൻ. ഇങ്ങനെ 7 വിഷയങ്ങളിൽ ഒരു മഴവില്ല് അവസാന റൗണ്ടിൽ വിരിയുകയാണ്. ഓരോ വിഷയത്തിലും ചോദ്യം ഉണ്ടാകും. എല്ലാത്തിനും 40 മാർക്കുകളാണ്. എല്ലാ ടീമുകൾക്കും അവസരം കിട്ടും. ആദ്യത്തെ അവസരം പക്ഷേ സാഡിൽ പവറുള്ള കടലുണ്ടിപ്പുഴയ്ക്കാണ്. പറയൂ, ഇതിലേത് വേണം വിഷയം? ഇന്ത്യൻ പ്രൈഡ്. ഇന്ത്യൻ പ്രൈഡ്. ഇന്ത്യൻ പ്രൈഡ് എന്ന വിഷയത്തെക്കുറിച്ച് ഇതാ ഈ ചോദ്യം. On my mother's side, my mother's father was a very well-known astrologer. Well, astrology also needs mathematical calculations. I see. And of course, I come from a priestly class, Brahmin class. I see. And all my relations are priests and, doing God's work. I see. So it's actually a God's gift. ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഈ വ്യക്തി ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ തൻ്റെ ബ്രെയിൻ പവർ കൊണ്ട് വിസ്മയം തീർത്ത ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ്? ശകുന്തളാദേവി. ആര്? ശകുന്തളാദേവി. ശകുന്തളാദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തളാദേവിയുടെ ശബ്ദമാണോ അത്? ആണോ? ഒന്ന് നോക്കാം. On my mother's side, my mother's father was a very well-known astrologer. Well, astrology also... ശകുന്തളാദേവി ശരിയായ ഉത്തരമാണ്. 40 points to you. Good answer, team കടലുണ്ടിപ്പുഴ പെരിയാർ. സ്ക്രീൻ റിമൂവ് ഇന്ത്യൻ പ്രൈഡ്. റീഡേഴ്സ് ഡൈജസ്റ്റ്, അമേസിംഗ് ആർട്ടിസ്റ്റ്, നർച്ചറിംഗ് നേച്ചർ, ബ്രില്യൻ ബോയ്സ്, ഫുഡ് ഫാഷൻ, വണ്ടർ വുമൻ. ഏത് വേണം പെരിയാർ? പെട്ടെന്നായിക്കോട്ടെ. റീഡേഴ്സ് ഡൈജസ്റ്റ്. റീഡേഴ്സ് ഡൈജസ്റ്റ് ആയിക്കോട്ടെ. എന്താണ് നിങ്ങൾ ഈ കാണുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? ബുക്ക് അഡിക്റ്റ് ആൾക്കാരെ. ബുക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ. മനസ്സിലായില്ല. പുസ്തകങ്ങളോട് അഡിക്ഷനുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ആ രോഗം. What is bibliosmia? ഇതിനോടുള്ള പേടി. പേടി. What is bibliosmia? പുസ്തകം വാങ്ങിയിട്ട് വായിക്കാണ്ട് ഷെൽഫിൽ തന്നെ വെക്കുന്നത്. പുസ്തകം വാങ്ങിച്ച് വായിക്കാണ്ട് ഷെൽഫിൽ തന്നെ വെക്കാണ്ട്. ചാലിയാർ. പുസ്തകങ്ങളോടുള്ള ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടം. കടലുണ്ടിപ്പുഴ. പുസ്തകങ്ങളുടെ സ്മെല്ല്. പുസ്തകങ്ങളുടെ ഗന്ധം, അതാണ് ബിബ്ലിയോസ്മിയ. പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മൂക്കിനോട് അടുപ്പിക്കുമ്പോൾ ആ ഗന്ധത്തിന് മനുഷ്യൻ്റെ ഗന്ധമുണ്ടെന്നാണ്. പുസ്തകങ്ങളുടെ ഗന്ധമാണ് ബിബ്ലിയോസ്മിയ. 40 more points to you, team കടലുണ്ടിപ്പുഴ. Screen remove, Readers Digest and ഭാരതപ്പുഴ. It's your turn. Amazing artist, nurturing nature, brilliant boys, food fashion, wonder woman.
വണ്ടർ വുമൺ. വണ്ടർ വുമൻ. ഇന്ത്യയിലെ വണ്ടർ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ലേഡി, ഈ സ്ത്രീ കോംബാറ്റ് ഓപ്പറേഷൻസിന് സന്നദ്ധയായി മാറിയ തിരഞ്ഞെടുക്കപ്പെട്ട ദ ഫസ്റ്റ് കമാൻഡോ ട്രെയിനർ, ഇന്ത്യൻ വുമൻ കമാൻഡോ ട്രെയിനറാണ് ഈ ലേഡി. പാസ്. ഇല്ല. യെസ്, ചാലിയാർ. വ്യോമിക സിംഗ് ആണ്. കടലുണ്ടിപ്പുഴ. പത്രവായന ഉറവ്. പെരിയാർ. സാർ ഒന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യോ? എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഓപ്പറേറ്റർ, വനിതാ കമാൻഡോ? ഷീ ഈസ് കോൾഡ് ദ വണ്ടർ വുമൻ ഓഫ് ഇന്ത്യ. ഓഡിയൻസ് മൊബൈലിൽ നോക്കി പറയണ്ട. ഇവരുടെ പേര് സീമ റാവു എന്നാണ്. ഡോക്ടർ സീമ റാവു. ഡോക്ടർ സീമ റാവു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആളാണ്. കമാൻഡോ ഓപ്പറേഷനിൽ പുരുഷന്മാരെ പോലും വെല്ലുന്ന പാടവത്തോടെ വനിതാ കോംബാറ്റ് ഓപ്പറേറ്ററായി, വനിതാ കമാൻഡോയായി തിരഞ്ഞെടുക്കപ്പെട്ട ദ ഫസ്റ്റ് ഇന്ത്യൻ ആണ് ഡോക്ടർ സീമ റാവു. ഷീ ഈസ് കോൾഡ് ദ വണ്ടർ വുമൻ ഓഫ് ഇന്ത്യ. ഡോക്ടർ സീമ റാവു. സ്ക്രീൻ റിമൂവ് വണ്ടർ വുമൻ. ആൻഡ് പമ്പയാർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അമേസിംഗ് ആർട്ടിസ്റ്റ്, നർച്ചറിംഗ് നേച്ചർ, ബ്രില്യന്റ് ബോയ്സ് ആൻഡ് ഫുഡ് ഫാഷൻ. അമേസിംഗ് ആർട്ടിസ്റ്റ്. സ്ക്രീൻ. നിങ്ങൾ കാണുന്ന ഈ പുസ്തകം എഴുതിയത് ഏത് ആർട്ടിസ്റ്റാണ്, ഏത് കലാകാരനാണ്? ഇനഫ് ഇനഫ്. ഫൈവ് സെക്കൻഡ്സ്. 4, 3, 2, 1. നെയ്യാർ. മമ്മൂട്ടി. ആര്? മമ്മൂട്ടി ആണോ? ശ്രീ മമ്മൂട്ടി എഴുതിയ പുസ്തകമാണ് കാഴ്ചപ്പാടെന്ന് അവരുടെ ഉത്തരം ശരിയാണ്. യു ഗെറ്റ് 40 points. ശ്രീ മമ്മൂട്ടിയുടെ പുസ്തകമാണ് കാഴ്ചപ്പാട്. സ്ക്രീൻ റിമൂവ് അമേസിംഗ് ആർട്ടിസ്റ്റ്. നർച്ചറിംഗ് നേച്ചർ, ബ്രില്യന്റ് ബോയ്സ് ആൻഡ് ഫുഡ് ഫാഷൻ. നർച്ചറിംഗ് നേച്ചർ ആയിക്കോട്ടെ. ഈ പ്രകൃതിയിലുള്ള ഒരു വിസ്മയമാണ് ഈ പ്രദേശം. ലോകത്തിലുള്ള ഏറെക്കുറെ സർവ്വജീവജാലങ്ങളെയും ഇഗ്വാനിയെയും ഒക്കെ കാണാൻ കഴിയുന്ന ഈ പ്രദേശത്തിനെ ദ ലിവിംഗ് ലാബറട്ടറി ഓഫ് ദ വേൾഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. ചാൾസ് ഡാർവിൻ്റെ പല പരീക്ഷണങ്ങൾക്കും പ്രധാന ഇടം ഈ ദ്വീപുകളായിരുന്നു. ഗാലപ്പഗോസ് ഐലൻഡ്സ് ശരിയായ ഉത്തരമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത ജീവിവർഗങ്ങളുള്ള ഈ നേച്ചറിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഗാലപ്പഗോസ് ദ്വീപുകൾ. ശരിയായ ഉത്തരമാണ് നർച്ചറിംഗ് നേച്ചർ, ഗാലപ്പഗോസ്. യു ഗെറ്റ് 40 more points. ആൻഡ് ടീം ചാലിയാർ. സ്ക്രീൻ റിമൂവ് നർച്ചറിംഗ് നേച്ചർ. ബ്രില്യന്റ് ബോയ്സ് ആൻഡ് ഫുഡ് ഫാഷൻ. Brilliant boys. Yes. ഈ മിടുക്കൻ, ഈ ബ്രില്യന്റ് ബോയ് ആണ് ആദ്യത്തെ ഇന്ത്യൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ഹിന്ദിയിൽ ഉപയോഗിക്കാവുന്ന ഇൻഡിജിനസ് ആയ ഇന്ത്യൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കിയത്. എന്താണ് ഈ ചെറുപ്പക്കാരൻ്റെ പേരെന്ന് പറയാം? വേണ്ട, ഞാൻ നിങ്ങൾക്കൊരു അവസരം തരുന്നു. ആ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ പേര് പറഞ്ഞാലും മതി. ഇൻഡസ്. കടലുണ്ടിപ്പുഴ. അബിവേൾഡ് ആണോ? പൈത്തൺ. അതൊരു പ്രയാസമുള്ള ചോദ്യം അല്ലായിരുന്നു. ഓഡിയൻസ്, നമ്മളിന്ന് ഒരുപാട് തവണ ആ പേരിവിടെ പറഞ്ഞു. ഒരാളിന്റെ പേരാ കലാം. കലാം, APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാന സൂചകമായി ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ലാംഗ്വേജിന് സാവന്ത് കഡാം എന്ന ഈ മനുഷ്യൻ കൊടുത്ത പേര് കലാം എന്നാണ്. ഈ ചെറുപ്പക്കാരന്റെ പേര് സാവന്ത് കഡം എന്നാണ്. Brilliant boy, Zawant Kadam, the boy to create the first Indian computer language in Hindi, and the language is named as Kalam. Screen remove brilliant boys and food fashion. Obviously, കടലുണ്ടിപ്പുഴ ഓപ്പണിംഗ് പവർ കിട്ടിയതുകൊണ്ട് തന്നെ അവസാന അവസരവും നിങ്ങൾക്കാണ് തുടങ്ങാൻ. ഫുഡ് ഫാഷൻ. ഡ്യൂ അല്ലെങ്കിൽ മോർണിംഗ് ഡ്യൂ, തൂമഞ്ഞ്, പ്രഭാതമഞ്ഞ് എന്നൊക്കെ അർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്നാണ് ഈ ഭക്ഷണം ആ പേര് സ്വന്തമാക്കിയത്. എന്താണ് ഈ ഭക്ഷണം?
ഐസ്ക്രീം. ഗുലാബ് ജാമുൻ. പ്രഭാത മഞ്ഞ് എന്നർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്നാണ് ഈ ഭക്ഷണത്തിന് ആ പേര് കിട്ടിയത്. അതിൻ്റെ എറ്റിമോളജി അങ്ങനെയാണ്. ആ വാക്കുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല, പക്ഷേ അത്ര സോഫ്റ്റ് എന്നാണ് പറയുന്നത്. പറഞ്ഞോ. ഹൽവ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? വിശക്കുന്ന നിനക്ക്? മഞ്ഞുപോൽ മൃദുലമായത് എന്ന അർത്ഥം വരുന്ന ഒരു അറബി വാക്കിൽ നിന്നാണ് ഈ ഭക്ഷണത്തിൻ്റെ എറ്റിമോളജി, പേരിൻ്റെ എറ്റിമോളജി എന്നാണ് രേഖ. ഇനി നിങ്ങൾക്ക് കയ്യുയർത്തി ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ഇതിനെ ഒന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചുകൂടി എളുപ്പമാക്കാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് ഡ്യൂ അല്ലെങ്കിൽ മഞ്ഞ് എന്നാണ് ഇതിൻ്റെ ആ വാക്കിന് പറയുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ കൂടുതലായി കിട്ടുന്നത്, കയ്യുയർത്തി ഉത്തരം പറഞ്ഞോളൂ, ആരാണ് കയ്യുയർത്തുന്നതെന്ന് പറയണേ. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായി കിട്ടുന്നതിന് ഞാൻ ഇംഗ്ലീഷിലാക്കിയാൽ പിറ്റ് ഡ്യൂ എന്ന് പറയേണ്ടി വരും. യെസ്, പിറ്റ് ഡ്യൂ, പിറ്റ് പിറ്റ് PIT പിറ്റ് പിറ്റ് ഡ്യൂ എന്ന് ഞാൻ പറയേണ്ടി വരും. കുഴിമന്തിയാണോ? അത് പിറ്റ് ഡ്യൂ. അപ്പോ ഡ്യൂ എന്നർത്ഥമുള്ളത് മന്തി ആണോ? ആണോ? തൂമഞ്ഞിന് നാഡ നഡ എന്നാണ് അറബിയിൽ പറയുന്നത്. അതിൽ നിന്നാണ് മന്തി എന്ന വാക്കുണ്ടാകുന്നത്. നമുക്കൊരു മന്തിയുടെ എന്തെങ്കിലും ഒരു കൊടുക്കാൻ ഉണ്ടോ? എന്താണ് മന്തി കൂപ്പണ? എന്തായാലും മന്തി കുറെ പ്രയാസപ്പെട്ട് കണ്ടുപിടിച്ചതല്ലേ. അറേബ്യൻ മജ്ലിസിൽ നിന്ന് പോയി മന്തി കഴിക്കാനുള്ള കൂപ്പൺ. സ്ക്രീൻ റിമൂവ് ഫുഡ് ഫാഷൻ. ഇനി ഇതാ നിങ്ങൾക്കുള്ള അവസരം. ഇതിലൊരാൾ ഒളിച്ചിരിപ്പുണ്ട്. ആരെന്ന് ഇപ്പോൾ തന്നെ കൈയുയർത്തി നിങ്ങൾക്ക് പറയാമെങ്കിൽ 50 പോയിന്റ്. ഉത്തരം തെറ്റാണെങ്കിൽ -50. ഇപ്പോൾ തന്നെ കൈയുയർത്തി പറഞ്ഞാൽ 50 പോയിന്റ്, ഉത്തരം തെറ്റാണെങ്കിൽ -50. ഇല്ല എങ്കിൽ അത് 40, 30 എന്നിങ്ങനെ കുറയും. സൂചനകൾ ഞാൻ തരും. എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഒരു വൈറ്റ് ഗസ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 40 പോയിന്റുകൾക്ക് വേണ്ടി വിഷ്ണു സ്ക്രാമ്പിൾ ദിസ്. ഇപ്പോൾ 40 മാർക്ക് കൈയുയർത്തി പറയാമെങ്കിൽ +or -40. യെസ് ചാലിയാർ, ചുമ്മാ നോക്ക്, രണ്ടും കൽപ്പിച്ചൊരു ഗസ്. പ്രശാന്തി. -40 ആണ് പറയുന്നെങ്കിൽ പറഞ്ഞോ. രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നു. ആരും ഒന്നും. യെസ് ഭാരതപ്പുഴ. ശുഭാംശു ശുക്ല. ആര്? ശുഭാംശു ശുക്ല. വിഷ്ണു റീഅറേഞ്ച്. വിഷ്ണു റീഅറേഞ്ച് അഗൈൻ. കൂടുതൽ പരിചയമായ ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് വരട്ടെ. ഇയാളുടെ കൂടുതൽ നമ്മൾ കണ്ടുപരിചയിച്ച ഒരു രൂപത്തിലേക്ക് പോയാൽ ശുഭാംശു ശുക്ല. ശരിയായ ഉത്തരമാണ് ടീം ഭാരതപ്പുഴ. യു ഗെറ്റ് 30 പോയിന്റ്സ്, റൈറ്റ് അല്ലേ? 40 പോയിന്റ്സ്. ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് എത്തിയ ഭാരതത്തിൻ്റെ അഭിമാനമായ മനുഷ്യൻ ശുഭാംശു ശുക്ലയാണ്. ഈ മത്സരം കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല. 2 മിനിറ്റ് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അൺലെസ് ദെയർ ഇസ് എ ടൈ ബ്രേക്കർ. നമുക്കിപ്പോൾ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യാം. ചാലിയാർ വരാം. നെയ്യാർ വരാം. ടൈ ബ്രേക്കർ നടത്തിക്കളെ. വിഷ്ണു, ചാലിയാറും നെയ്യാറും ഉണ്ട് അല്ലേ? യെസ്. തോമസ് ആൽവ എഡിസൺ കണ്ടെത്തിയ ആദ്യത്തെ ഇൻകാൻഡസെന്റ് ബൾബ് 1880. ബൾബിൽ ടങ്സ്റ്റൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ബൾബിൽ ടങ്സ്റ്റൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ സ്റ്റേറ്റ്മെന്റ്, എഡിസൺ നിർമ്മിച്ച ആദ്യ ബൾബിൽ ഫിലമെന്റായി ഉപയോഗിച്ചിരുന്നത് ബേൺഡ് ബാംബു, കരിച്ച മുള ആണ്.
മുളയില്ലേ, ബാമ്പു, മുളയായിരുന്നു എഡിസന്റെ ആദ്യ ബൾബിലെ ഫിലമെന്റ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ 3-ാം സമ്മാനം അവർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം ഉണ്ടോ? മൈക്കിൽ പറഞ്ഞോ. ഫാൾസ്. അതെന്താ മോനെ അങ്ങനെ ഒരു ഉത്തരം കയറി പറഞ്ഞേ? മുളയില് ലൈറ്റ് വരുമോ? ഫിലമെന്റ് ആയിട്ട് മുള വെച്ചാൽ, അതും ബേൺഡ് മുളയിൽ. ബേൺഡ് ബാമ്പു എന്താ, കാർബൺ അല്ലേ ആകുന്നത്? ആ കാർബണിനേക്കാൾ ലൂമിനോസിറ്റി മറ്റൊന്നിനും ഇല്ലെന്നല്ലേ എഡിസൺ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ 1880 താൻ കണ്ടെത്തിയ ആദ്യത്തെ ബൾബിന് ബേൺഡ് ബാമ്പു ഫിലമെന്റായി തോമസ് ആൽവ എഡിസൺ ഉപയോഗിച്ചത്. സ്റ്റേ ബാക്ക് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ടീം പെരിയാർ. വെൽ പ്ലേഡ്. ഒരുപാട് പേര് മത്സരിച്ചതിൽ നിന്നല്ലേ സെലക്ഷൻ കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ്. ടീം പമ്പയാർ. വെൽ പ്ലേഡ്. ഞാനിവരെ ഒന്ന് പറ്റിച്ചേ, നിങ്ങളെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു 3-ാം സമ്മാനത്തിന് വേണ്ടിയുള്ള ടൈ ബ്രേക്കർ ആണെന്നാണ്. അല്ല, അത് 2-ാം സമ്മാനത്തിനുള്ള ടൈ ബ്രേക്കർ ആണ് കേട്ടോ. 145 പോയിന്റുകളോടെ ഈ മത്സരത്തിൽ 4-ാം സ്ഥാനത്തെത്തി. അടുത്ത അവസരത്തിൽ കൂടുതൽ മികച്ച പെർഫോമൻസ് നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. ടീം ഭാരതപ്പുഴ. ആൻഡ് കം ഫോർവേഡ്. ഈ മത്സരത്തിലെ 3-ാം സ്ഥാനം 180 പോയിന്റുകൾ നേടുകയും ടൈ ബ്രേക്കറിൽ പിന്തള്ളപ്പെട്ട് 3-ാമതെത്തുകയും ചെയ്തു ടീം ചാലിയാർ. $180 പോയിന്റുകൾ തന്നെ നേടി ടൈ ബ്രേക്കറിലെ മികവിൽ 2-ാം സ്ഥാനത്തെത്തി ടീം നെയ്യാർ. $480 പോയിന്റുകളോടെ മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കി 1-ാം സ്ഥാനത്തെത്തിയത് ടീം കടലുണ്ടിപ്പുഴ. നിരഞ്ജൻ അല്ലേ, ദേശീയ നീന്തൽ ചാമ്പ്യൻ. വേറെ എന്തൊക്കെയോ പ്രത്യേകത ഗിന്നസ് ബുക്കിൽ ഇടം നേടിയോ, അങ്ങനെ എന്തോ ആണല്ലേ? എന്താണ് ലിംക ബുക്കിൽ? ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇന്ത്യൻ ഓർ ഏഷ്യൻ? ഇന്ത്യൻ ബുക്കിലും ഏഷ്യൻ ബുക്കിലും അല്ലേ? വേറൊരു കുട്ടിയാണ്, അക്കാഡമിയിൽ വേറൊരു കുട്ടിയാണ്. നീന്തൽ താരമാണ് നീ. ശരി, വയനാടല്ലേ നീ അല്ലേ? വയനാട് നിന്നാണ് അവൻ വന്നത് സമ്മാനം നേടാൻ. അപ്പോൾ എന്തായാലും 480 പോയിന്റ് നേടി വിജയിച്ച ആ ടീമിനും മറ്റുള്ളവർക്കുമായി നമുക്കൊരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഞാൻ 2-3 മണിക്കൂറായിട്ട് നിങ്ങളോടിങ്ങനെ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചേലേമ്പ്രയിലെ ആളുകൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നട്ടുച്ചയായിട്ടും എല്ലാ മനുഷ്യരും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് പാട്ട് കേൾക്കാനും ഡാൻസ് കാണാനും നാടകം കാണാനും സിനിമ കാണാനും അല്ലല്ലോ. ഒരു മൈക്കും കുറച്ച് വാക്കുകളും കുറച്ച് അറിവുമായിട്ട് നിൽക്കുന്ന ഒരു വളരെ സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ വലിയ അറിവുകളൊന്നുമില്ല. കുറച്ചു നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി. ഗുഡ് ബൈ ഫ്രം GS പ്രദീപ്.